വന്യരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യവും വിഷയങ്ങളുമെല്ലാം നിങ്ങൾ കേട്ടവരായതുകൊണ്ട് ആമുഖമായി അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിച്ച് വിശ്വസിച്ച് ഉൾക്കൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുകയും ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുമായും സഹകരണത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരും ജീവിക്കണമെന്ന് അടിക്കടി ഉത്ബോധനം നടത്തുകയും വളരെ പാവപ്പെട്ട അനാഥ മക്കളെയും ദുർബലരെയും അശരണരെയും സഹായിക്കുകയും ചെയ്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. അതിനിടയിൽ എപ്പോഴും ആരോപണങ്ങൾ കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ തളർത്തിക്കളയാമെന്ന നിലക്ക് വർഷങ്ങളായി ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം 40 വർഷത്തോളം യാതൊരു തെറ്റും സംഭവിക്കാതെ വളരെ സംശുദ്ധമായ ജീവിതം നയിച്ചു. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു. ആ ജയിലിൽ വർഷങ്ങളോളം കഴിഞ്ഞുകൂടിയ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തന്നെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണിച്ച സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു കാര്യം പറഞ്ഞു. മാ ബാലുൻ നിസ്വ, എന്നെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞ കുറച്ച് സ്ത്രീകളുണ്ടല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ ജയിലിലായത്, ആ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ആ ആരോപണം ശരിയല്ല എന്ന് സമൂഹത്തിന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് വേണം എനിക്ക് അങ്ങോട്ട് വന്ന് പ്രബോധനം നടത്താൻ. തിരിച്ചു വന്ന് സ്ത്രീകളോട് അന്വേഷിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞ സ്ത്രീകൾ തന്നെ പറയുന്നു, യാതൊരു തെറ്റും അദ്ദേഹത്തിൽ നാം ദർശിച്ചിട്ടില്ല. തെറ്റ് ചെയ്തത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്, ഞങ്ങളൊരു ആരോപണം പറഞ്ഞു എന്ന് മാത്രം. ഈ വിഷയം ബോധ്യപ്പെടുത്തിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രബോധന രംഗത്തേക്ക് ഇറങ്ങി. ഖുർആൻ ഈ സംഭവം പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയുന്നതായിട്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഇതറിയിക്കുന്നത് എന്താണ്? എപ്പോഴും സംശുദ്ധരായി ജീവിക്കുന്ന നേതൃത്വത്തിനെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അവഗണിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അതിന് മറുപടി പറയാതെ, വസ്തുത വിശദീകരിച്ച് തെളിയിക്കാതെ നാം അത് പോകട്ടെ എന്ന് മനസ്സിലാക്കി കൈയൊഴിക്കാൻ നിവൃത്തിയില്ല. വിഷയം വിശദീകരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ആരോപണം കൊണ്ട് ഇവിടെ ഒരു ചുക്കും നടക്കുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും വിഷയം വിവരിക്കാൻ വേണ്ടി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കാലോചിതമായി ഇന്നത്തെ മാർഗമാണ്. ആ മാർഗമാണ് നമ്മുടെ സംഘടന സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊക്കെ ഒരു ഭീകരവാദികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. ഞാനൊരു ചെറിയ കാര്യം ചോദിക്കുന്നു. നേരത്തെ ഇവിടെ ആരോ ഞാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഈ കേരളത്തിൽ ഒരു പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകന്മാർ ഒന്നല്ല രണ്ടല്ല 4-5ഓളം പ്രവർത്തകന്മാർ പച്ചാപ്പകലിൽ അക്രമികളാൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഘടനയുടെ വക്താക്കളാണ്
സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും ഈ SSFന്റെയും വക്താക്കൾ. നിങ്ങൾ നോക്കൂ, കൊണ്ടൂരിൽ മുഹമ്മദ് കുട്ടിയും നമ്മുടെ അബ്ദുൽ ഖാദിർ സർ, അമ്പലക്കണ്ടി അബ്ദുൽ ഖാദിറും, അങ്ങനെ തുടങ്ങി നീണ്ട ഒരു പട്ടിക എണ്ണാനുണ്ട്. ഇങ്ങനെ കുറെ ആളുകളെ കൊല ചെയ്യപ്പെട്ടു പോയതിന് ശേഷം വർഷം കുറേയായി. ഇന്ന് വരെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇത്രയും പ്രവർത്തകന്മാരെ പച്ചയായി കൊല ചെയ്യപ്പെട്ടിട്ടും ഒരു പ്രതികരണം എന്ന നിലക്ക് ഒറ്റ ഒരു വ്യക്തിയെയെങ്കിലും അതിന്റെ പേരിൽ ഒരു നഖം കൊണ്ട് മാന്തിയ സംഭവമെങ്കിലും ഈ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഞാനിത് പറയുന്നത് ഇത്രയും സഹിഷ്ണുതയുള്ള, ഇത്രയും ക്ഷമാശീലമുള്ള, ഇത്രയും നീതി പുലർത്തുന്ന, ഇത്രയും നന്മക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘടനയും പ്രവർത്തകരും ഈ മഹത്തായ ശൈഖുന കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന, മഹാനായ താജുൽ ഉലമ നേതൃത്വം നൽകുന്ന ഈ സംഘടനയുടെ പ്രവർത്തകന്മാരല്ലാതെ മറ്റേതെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞാൻ ഒരു നാദാവൃത്തുകാരനാണ്. ഞാൻ നാദാവൃത്തുകാരനാണ് എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഞങ്ങളെ നാട്ടിലൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഏതെങ്കിലും വഴിയിലൂടെ നടന്നു പോകുമ്പോ നായയോ കുറുക്കനോ വേറെ ഏതെങ്കിലും മൃഗങ്ങളോ പാമ്പോ മറ്റോ വരുമ്പോ ഏതെങ്കിലും മനുഷ്യനെ കണ്ടാൽ ഒരു സമാധാനാണ്. ഇപ്പോഴ് ഏത് പുലിയെ കണ്ടാലും ഏത് നരിയെ കണ്ടാലും പ്രശ്നമില്ല, മനുഷ്യനെ കാണുമ്പോ പേടിയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന സാധനം കാണുമ്പോ പേടിയാണ്. പ്രത്യേകിച്ച് നാട്ടുകാരെ കാണുമ്പോ പ്രത്യേകം പേടിയാണ്. കാരണം ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. ഞാനിപ്പോ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ പിന്നെ പറയേണ്ടതുണ്ടോ? ഞങ്ങളെ നാട്ടിൽ ചെറിയ കുട്ടിയൊക്കെ ജീവിച്ചുകൂടാ. കാരണം കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ജ്യേഷ്ഠന്മാര് ബോംബുണ്ടാക്കുകയായിരിക്കും. അപ്പൊ അത് പൊട്ടിയാ കുട്ടികൾ മരിച്ചു പോവും. സുബ്ഹാനല്ലാഹ്, വീട് അടച്ചിട്ട് എവിടെയും പോയിക്കൂടാ, കാരണം അതിന്റെ ഉള്ളിൽ ബോംബുകാർ കയറും. ഈ നിലക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം പൂർണ്ണമായി തകർക്കാൻ വേണ്ടിയല്ലേ ഇവിടെയുള്ള സർവ്വ കക്ഷികളും ഒരു നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഒരു ഹദീസിൽ പഠിപ്പിച്ചു, വയക്സുറുൽ ഹറജു, കൊല വർദ്ധിക്കുന്ന കാലം വരും. എന്ത് പറയാനാ, മഹാപാപങ്ങളായ നമ്മളെ തന്നെ എത്ര കൊന്നു, കൊല വർദ്ധിക്കുന്ന കാലം വരും. എന്നിട്ട് പറഞ്ഞു, ഏത് വിധത്തിൽ? ലാ യഅലമുൽ ഖാതിലു ലിമ യഖ്തുലു, കൊല്ലുന്നവൻ അറിയില്ല ഞാൻ ഇവനെ എന്തിനാണ് കൊല്ലുന്നത്. വലാ യഅലമുൽ മഖ്തൂലു ലിമ യുഖ്തലു, കൊല ചെയ്യപ്പെടുന്നവൻ അറിയില്ല എന്നെ എന്തിനാണ് മറ്റവൻ കൊല്ലുന്നത്. നിങ്ങൾ നോക്ക്, ഇപ്പോ നാദാപുരം ഭാഗത്തും അതുപോലെ കണ്ണൂരിലുമൊക്കെ കുറെ കൊലകൾ നടന്നു പച്ചാപ്പകലിൽ. അതിന് പിന്നെ അന്വേഷണമില്ലൊന്നുമില്ല, പോട്ടെ. പച്ചാപ്പകലിൽ കൊല നടന്നു. കൊല്ലുന്നവൻ അറിയോ ഞാൻ ഇയാൾ എന്തിനാ കൊല്ലുന്നത്? ഏതോ വീട്ടിലിരിക്കുന്നവനെ കയറി കൊല്ലാണ്. മുമ്പ് കണ്ടിട്ടൂല, കേട്ടിട്ടൂല, പേരും അറിയില്ല, അഡ്രസ്സും അറിയില്ല, ഒന്നും അറിയില്ല. എന്തിനു കൊല്ലുന്നു എന്ന് കൊല്ലുന്നവൻ അറിയില്ല. ലിമ യുക്തലു, എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്ന് കൊല്ലപ്പെടുന്നവനും അറിയില്ല. കാരണം ഇവനെ മുമ്പ് കണ്ടിട്ടേ ഇല്ല, ഇവനായിട്ട് ഒരു ബന്ധവുമില്ല. ഈ നിലക്ക് കൊലകൾ വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇത് നാട് നീളെ നടക്കുകയാണ്. ഇവിടെ എല്ലാ കക്ഷികളും പരസ്പരം അകലാൻ എങ്ങനെ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇതിനിടയിൽ ആകെ ഉള്ള ഒരു കക്ഷികള് സമാധാനം പറയാന്, മനുഷ്യ മനസ്സിനെ കോർത്തിണക്കാന്, സമാധാനം പറയാന്, എല്ലാവരോടും ആക്രമിക്കല്ല എന്ന് പറയാൻ ഉള്ള ഒരു കക്ഷിയാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെയും ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള ഈ സംഘടന. അതിനൊരു കൂട്ടര് തീരുമാനിച്ചു, നമ്മൾ വേഗം അവരെ തന്നെ അങ്ങ് ഭീകരവാദികളായി കളയാ. ഏതുപോലെ എന്നറിയോ? ഞാനിപ്പോ ചുരുക്കി പറയാണ്. ഒരാള്, നിങ്ങൾക്കൊക്കെ അറിയും, ഈ പക്ഷികളുണ്ടല്ലോ, ചെറിയ പക്ഷികൾ, ഈ പക്ഷികൾ എപ്പോഴും പരിശ്രമത്തിലാണ്, വെറുതെ ഇരിക്കൂല. രാവിലെ തന്നെ പക്ഷികള് കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് കുറച്ചു നേരം ദിക്റ് ചൊല്ലും. അത് പിന്നെ ഹൽക്കയായിട്ട് തന്നെയാ ചൊല്ലുക, കാരണം ഒറ്റ പുത്തൻവാദികളും കൂട്ടത്തിലില്ല. അങ്ങനെ ഹൽക്കയായി കൂട്ടിൽ നിന്ന് ദിക്റ് ചൊല്ലിയ പക്ഷികള് കുറച്ചു കഴിയുമ്പോൾ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി ഇറങ്ങും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, തുർസഖൂന
തുയൂർ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരും. നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കണം. വയറ്റിലൊന്നുമില്ലാതെ പുറത്തിറങ്ങും. വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ തന്നെ റമദാൻ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ദുബായിലേക്ക് പോകും. കടത്തിൽ മുങ്ങിയിട്ടാ പോവുക. വരുമ്പം കട തീർക്കാൻ എന്തെങ്കിലും അള്ള തരൂ. ചിലര് പറയും അതും മുങ്ങിയതാണ്. അങ്ങനത്തെ ഒരു ലോകാണ്. അപ്പോ ഈ പോക്ക് പക്ഷികൾ പോകുന്നത് പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പക്ഷികളെ പോലെ നമ്മളെ പ്രവർത്തകന്മാര്, SSFന്റെ പ്രവർത്തകര്, SBS-ന്റെ പ്രവർത്തകര്, SESന്റെ പ്രവർത്തകര് ഒന്നും കയ്യിലുണ്ടായിട്ടില്ല. ഓരോ പ്രവർത്തനത്തിനങ്ങ് ഇറങ്ങും. പക്ഷികൾ ഇറങ്ങുന്നത് പോലെ. പക്ഷിയുടെ സ്വഭാവം വേനൽക്കാലത്ത് ഇങ്ങനെ നടക്കും. എവിടെന്നെങ്കിലും ചെറിയ ഇല്ലി കഷ്ണങ്ങൾ കിട്ടിയാൽ അതൊക്കെ കൊണ്ടുവന്നൊരു കൂട് കെട്ടും. ആ കൂട്ടില് ഭദ്രമായി കിടക്കും. അങ്ങനെ മഴ പെയ്യുമ്പോ മഴ കൊള്ളാതെ സുരക്ഷിതമായി ഈ കൂട്ടിൽ ചെറിയ പക്ഷികൾ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കുരങ്ങ്, മരത്തിന്റെ മുകളിൽ ഒരു കുരങ്ങ്, മൂപ്പരിങ്ങനെ നനിയാൻ, മഴയത്ത് നനിയാണ്. അപ്പൊ മഴ തീരുന്നത് വരെ ഈ പക്ഷി കാത്തുന്നു. മഴ കഴിഞ്ഞതിന് ശേഷം പക്ഷി വല്ല പുറത്തിറങ്ങി ഇയാളോടൊരു ചെറിയ പ്രസംഗം നടത്താൻ തോന്നി. ഈ കുരങ്ങിനോടെ എന്താ പ്രസംഗം? ഹലോ മിസ്റ്റർ കുരങ്ങൻ, ഞങ്ങള് ചെറിയ കുട്ടികള് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഈ ഓഫീസ്. ഈ ചെറിയ കൂര ഇവിടെ ഞങ്ങൾ സുരക്ഷിതമായി മഴയത്ത് കഴിയാണ്. നിങ്ങൾ നല്ല ആരോഗ്യമുണ്ട്, കഴിവുണ്ട്. നിങ്ങൾ അത്രയൊന്നും സാമ്പത്തിക ശേഷി നമ്മക്കില്ല. നിങ്ങൾ അത്ര ആരോഗ്യവുമില്ല, കക്ഷികളും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ അധ്വാനിക്കാതെ ഇരുന്നു. ഇപ്പൊ മഴയത്ത് ഇങ്ങനെ മഴ കൊള്ളുകയാണ്. ഇനി മേലിൽ അടുത്ത വേനലിലെങ്കിലും നിങ്ങളും ഒരു ചെറിയ മർക്കസ് ഉണ്ടാക്കണം കേട്ടോ, നിങ്ങളും ചെറിയൊരു വീടുണ്ടാക്കണം കേട്ടോ എന്ന് പറയുമ്പോ റസാനത്ത് പറയാണേ, മൻകാന ആദാതുഹും ഫഹ്സനുസുഹതുഹും ഖിത്റൻ യുസബ്ബു മുദാബൻ ഫീ സിമാഖിഹിം എന്നിങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് പറയാണ്, ലന്നുസുഹു യൻഫഉസിൻ ളീറൻ ലിശഖവതിഹി ബൽ കാന യഖ്റുജു അൻ യുദീദ ബിൽ ഇബരി യുമസ്സിഖുൽ ഖിർദു സഫറൻ ലിസ്സഫാരിയതി ഇദാ ലഹു നസഹത് ഫി വാബിലിൽ മത്രി. ഈ കുരങ്ങ് അതൊരു നല്ല ഉപദേശമാണ് എന്ന് മനസ്സിലാക്കി ഈ സമാധാനപ്രിയനായ ചെറിയ പക്ഷി ഉപദേശിക്കുമ്പോ അത് സ്വീകരിക്കുന്നതിന് പകരം കുരങ്ങ് ചെയ്യുന്ന എന്താണ്? നീ ആരടാ എന്നെ ഉപദേശിക്കാൻ, നനയടാ എന്നെ പോലെ നീയും എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടിന്റെ സമീപത്തേക്ക് ഓടിക്കയറി കൂട് വലിച്ചൊരേറ് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ പോലെ നനയടാ. നമ്മൾ പുതിയ മർക്കസ് ഉണ്ടാക്കലല്ല, നിങ്ങളെ മർക്കസ് എങ്ങനെ പൊളിക്കാൻ കഴിയുന്ന നമ്മളെ ചിന്ത. നിങ്ങളെ ഈ മർക്കസ് എങ്ങനെ പൊളിക്കാൻ കഴിയുമെന്നാണ് നമ്മളെ ചിന്ത. ഇത് കുരങ്ങിന്റെ ചിന്തയാ. ഈ ചിന്തയായി പോയി ഒരു കൂട്ടർക്ക്. അള്ളാഹു നന്നാകട്ടെ. നമ്മൾ പിന്നെയും എടുക്കുന്നത് എന്താ? ഇവരൊന്നും നന്നാകുന്നു വിചാരിച്ചിട്ട് അത്തറും കൊണ്ട് നടക്കുക. എങ്ങനെ? അതും റസാനത്ത് പറഞ്ഞു, ഈ പിട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്ന ഒരു സൈസ് വണ്ടുകളുണ്ട്. അതിനെപ്പോഴും ഈ മണ, പിട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ട്, മങ്കാൻ, അതാണ് ആ വണ്ട്. അതിനെ സംബന്ധിച്ച് ഒരാൾ മനസ്സിലാക്കി, പഠിച്ചവന് ഇതിനൊരിക്കലും ഒരു നല്ല മണം കിട്ടുന്നില്ലല്ലോ, കുറച്ച് അത്തറ് വരട്ടി കൊടുത്താൽ എന്താ? ഒരാൾ എന്ത് ചെയ്തു? അതാണ് മൻകാന ആദാതുഹും ഫഹ്സനുസുഹതുഹും ഖിത്റൻ യുസബ്ബു മുദാബൻ ഫീ സിമാഖിഹിം ഇന്നൽ ഖനാഫിസ ഇദ് മമസ്സാതുറു മാതതിൽ ഖൈസൂമിഹാ ദുതീബി ലം യഖുമി. കുറച്ച് അത്തറ് കൊണ്ടുപോയിട്ട് ഈ പിട്ട ഉരുട്ടിക്കൊണ്ടുവന്ന വണ്ടിൽ മൺപ്പിച്ചു കൊടുത്തു. എന്താ സംഭവിക്കുക? മാത്തത്ത് അപ്പ തന്നെ ചത്തുപോകും. കാരണം അതിന് ഇമ്മണേ പറ്റുള്ളൂ, നല്ലതൊരിക്കലും ഇഷ്ടപ്പെടൂല. പുരട്ടിക്കൊടുത്തോ അപ്പ ശരിയായി പോകും. ഇതുപോലത്തെ കുറെ ആളുകൾ നല്ലത് പ്രസംഗിക്കുന്നത് കേട്ടൂടാ, നല്ലത് പറയുന്നവരെ കണ്ടൂടാ, നല്ലത് പ്രവർത്തിക്കുന്നവരെ കണ്ടുകൂടാ. അവരെങ്ങനെ ഇവിടെ നശിച്ചു കിട്ടും? നമ്മക്ക് എപ്പോഴും ഈ പിട്ടൈ മണത്ത് ഇങ്ങനെ നടക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടര് ഈ ലോകത്ത് വന്നുപോയി. അവരൊക്കെ നന്നാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ എന്ത് ചെയ്യും? ഞാൻ ഇന്നലെ തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ നീണ്ടൊരു നോട്ടീസ് ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് കൊണ്ടുവന്ന് വിതരണം ചെയ്തിരിക്കുന്നു. അപ്പൊ നോക്കുമ്പോ സത്യത്തിന്റെ പേരിൽ കളവ് മാത്രം എഴുതുന്ന ഒരു പത്രമുണ്ട് ഇവിടെ. ദിനപത്രമല്ല, ഒരു കൂട്ടരതാ. സുബ്ഹാനല്ലാഹ്, അവരെ പത്രത്തിന് അങ്ങനെ തന്നെ കോട്ട് ചെയ്തതാണ്. ഞാനിത് അതങ്ങനെ തന്നെ കൊണ്ടുവന്ന് അച്ചടിച്ചിട്ട് സാസിൽ വിതരണം ചെയ്യും. കാരണം ഒരൊറ്റ കുട്ടിയോ അത് വാങ്ങൂല എന്ന് ഉറപ്പാണ്. അവൻ ഇത് മാത്രം അച്ചടിച്ച് വിതരണം ചെയ്തിരിക്കാൻ.
ഇത് ഞാൻ വായിച്ചു നോക്കും. ഇതിൽ കാര്യമായിട്ട് പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തൊരു MP രാജഗോപാൽ, അദ്ദേഹത്തിന് 1 കോടി ഉറുപ്യ മർക്കസിൽ വന്നിട്ട് കാന്തപുരം ഉസ്താദ് കൊടുത്തു എന്ന കാര്യമായിട്ട് ഇതിലുള്ള ഒരു വിഷയം. അതുകൊണ്ട് എത്തിയും കുട്ടിക്ക് കൊടുക്കുന്ന പൈസ ഒക്കെ BJP ഫണ്ടിലേക്കാണ് പോകുന്നത് എന്നാണ് ഇതിലെ പ്രമേയം. അപ്പോ ഇത് കണ്ടപ്പോ ഞാനിങ്ങനെ മനസ്സിലാക്കി, ഇത് കണ്ടാൽ ലോകത്താരും വിശ്വസിക്കൂല എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ നമ്മക്കൊട്ട് പേടിയില്ല, ബേജാറില്ല. അങ്ങനെ വിശ്വസിക്കുന്നതിന് ബേജാറില്ല. കാരണം പണ്ട് 2.5 ലക്ഷം 3 ലക്ഷം ഉറുപ്പിക, ഒരു കൗലിൽ 5 ലക്ഷം ഉറുപ്പിക പള്ളിൻ്റെത് കട്ട ആളാണ് എന്ന് ഈ ഉസ്താദിനെ കൊണ്ടെന്നെ മുമ്പ് പറഞ്ഞതാ. ഇപ്പൊ ഇവര് പറയുന്നത് 1 കോടി കൊടുക്കുന്ന ആളാണ് എന്നാ. പണ്ട് ഇങ്ങോട്ട് എടുക്കുന്ന ആളാന്ന് പറഞ്ഞു, അവരെന്നെ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് കൊടുക്കുന്ന ആളാണ്. അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ ഓരോരോ പറയിക്കല്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ബുഖാരിയിലെ ഒറ്റ റിപ്പോർട്ടും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാര്. ഇപ്പൊ പറയുന്ന എല്ലാ പത്രത്തിന്റെ റിപ്പോർട്ടും സ്വീകരിക്കണമെന്നാ. ബുഖാരിയുടെ റിപ്പോർട്ട് സ്വീകരിച്ചുകൂടാന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. അതിന്റെ സ്ഥാപകനാണ് ഈ മൗലവി ചേകനൂർ എന്ന് പറയുന്ന ആള്. ചിലർക്കൊരു ധാരണ ഉണ്ട്, പഠിച്ചവനെ ഇനി മൗലവി ചേകനൂരിന്റെ പേരൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയൊന്നുമില്ല. ഫിറഔന്റെ ഹാമാന്റെ ഒക്കെ പേര് പറഞ്ഞ് നമുക്ക് അയാളുടെ പേരും പറഞ്ഞൂടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാര് പറഞ്ഞ എന്തായിരുന്നു, ഇമാം ബുഖാരി ജൂതനാണ്, ജൂതന്മാരെ റിപ്പോർട്ടൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ എല്ലാ പത്രത്തിന്റെ റിപ്പോർട്ടും സ്വീകരിക്കാം എന്നല്ലേ അവര് പറയുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെ കൊണ്ടും പലതും പറയിക്കലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 5 ലക്ഷം എടുത്തു എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പൊ പറയുന്നത് 1 കോടി കൊടുക്കുക ചെയ്തത്. അത് ലോകത്താരും വിശ്വസിക്കൂല, നമുക്കറിയാം. അതുകൊണ്ട് മർക്കസിന് 5 പൈസ കുറഞ്ഞും പോവില്ല, അവരെ പറച്ചലുകൊണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അതല്ല. ഇത് എഴുതി കാണുമ്പോ, ഇത് എഴുതിയത് സുബ്ഹാനല്ലാഹ് മുസ്ലിമീങ്ങളെ പേര് തന്നെ തലേ കെട്ടിട്ടുന്നവരുണ്ട് കൂട്ടത്തിൽ. ഈ എഴുതിയത് രാജഗോപാലം വായിക്കൂല, ഇത് മലയാളത്തിലല്ലേ ഇതുള്ളത്. അയാൾ ഇങ്ങനെ ചിന്തിക്കൂല, പഠിച്ചവനെ ഈ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാര്, മുസ്ലിം സമുദായത്തിന്റെ ഓരോ വിഭാഗത്തിന്റെ നേതാക്കള് ഈ നിലക്ക് പച്ച കള്ളം പറയുന്നവരാണെങ്കിൽ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കള്ളം പറയുന്നതിന് അംഗീകാരം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണോ എന്ന് ഈ രാജഗോപാല് ചിന്തിക്കൂലേ? ബാക്കിയുള്ളവർക്ക് അവിടെ കട്ടെ, അയാൾക്കറിയോല്ലോ എന്താ നടന്നത്. അയാൾക്കറിയില്ലേ ഇത് കളവാണ്. അയാള് തെറ്റിദ്ധരിക്കില്ലേ നമ്മളെ മതത്തെ? മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തും. നമ്മുടെ സുന്ദരമായ ഇസ്ലാം മതത്തെ രാജഗോപാല് തെറ്റിദ്ധരിക്കില്ലേ? അതുപോലെ വാജ്പേയി തെറ്റിദ്ധരിക്കുകയില്ലേ? ഈ എഴുതുന്നവർക്ക് ബുദ്ധിയില്ലേന്നാ ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാം മതത്തെ മറ്റൊരാശയക്കാരുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വല്ല വാചകങ്ങളും പ്രവർത്തികളും മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടാകാൻ പാടുണ്ടോ? പരിശുദ്ധ ഖുർആൻ നിങ്ങളൊരു കരാർ നടത്തിയാൽ ആ കരാർ ലംഘിക്കരുത് എന്ന് പറഞ്ഞു. എന്താ കാരണം പറഞ്ഞത്? ഫതസില്ല ഖദമുൻ, നിങ്ങൾ കരാർ ലംഘിച്ചാൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നശിച്ചു പോകും. നിങ്ങളെ ഇസ്ലാം അതൊരു സുന്ദരമായ ആശയമാണ്. ആ ആശയത്തെ ലോകത്ത് ഒരു വിഭാഗത്തിന്റെ മുന്നിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളും പ്രവർത്തികളും ചെയ്യരുത് എന്ന് ഖുർആൻ അടിക്കടി നമ്മെ ഉപദേശിച്ചില്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഹുർമൂസ് ചക്രവർത്തിയെ പിടിച്ചുകൊണ്ടുവന്നു. ആ ഹുർമൂസ് ചക്രവർത്തി ധാരാളം മുസ്ലിമീങ്ങളെ കൊന്നവനായിരുന്നു. നിന്നെ പകരം കൊല്ലാതെ വെറുതെ വിടാം, നീ ഇനിമേലിൽ അത് ചെയ്യില്ലെന്ന് ഉറപ്പുവരുന്ന വിധം ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, കൊല്ലുന്നതിന് യാതൊരു വിരോധമില്ല, കൊന്നോളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കലല്ലാതെ നിവൃത്തിയില്ലെന്ന നിലക്ക് ഇസ്ലാമിക കോടതിയാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കോടതി. കോടതി വിധിച്ചു, ഈ ധാരാളം ജനങ്ങളെ കൊല്ലുന്ന ഈ മനുഷ്യനെ കൊല്ലാതെ നിവൃത്തിയില്ല. വധിക്കാൻ വിധിച്ചപ്പോ ഇയാൾ ചോദിച്ചു, 1 ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുമോ? മറേ തരാം. 1 ഗ്ലാസ് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തപ്പോ ചോദിച്ചു, ഈ വെള്ളം കുടിച്ചു തീരുന്നത് വരെ എനിക്ക് ജീവിക്കാൻ ഈ സമ്മതം തന്നോ? കുടിച്ചു കഴിഞ്ഞാലേ കൊല്ലുള്ളൂ, അത്രേ കൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ വെള്ളവും പാത്രവും കയ്യിൽ പിടിച്ച ഹുർമൂസ് വെള്ളം പൂർണ്ണമായി നിലത്തൊഴിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉമർ, നിങ്ങൾ മുസ്ലിങ്ങളാ, നിങ്ങൾ വാക്കുപാലിക്കണം എന്ന് പഠിപ്പിക്കുന്നവരാണ് നിങ്ങളെ മുഹമ്മദ് നബി അത് പഠിപ്പിച്ചതാ. നിങ്ങൾ പറഞ്ഞത് ഈ വെള്ളം കുടിച്ചതിന് ശേഷമേ എന്നെ കൊല്ലുകയുള്ളൂ എന്നാ. ആ വെള്ളം ഞാൻ നിലത്തൊഴിച്ചു പോയി, അത് ഭൂമി കുടിച്ചുപോയി, ഇനി എനിക്കത് കുടിക്കാൻ കഴിയില്ല. അത് കുടിച്ചതിന് ശേഷമേ കൊല്ലുകയുള്ളൂ എന്ന വാക്ക് നീ പാലിക്കണം. അതാണ് ഇസ്ലാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? അദ്ദേഹത്തെ അഴിച്ച് വെറുതെ വിട്ടേന്ന് പറഞ്ഞു.
അദ്ദേഹത്തെ കൊല്ലണ്ട, വാക്ക് പാലിക്കണം, അഴിച്ചുവിട്ടേ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഹുർമൂസ് ഇറങ്ങിപ്പോയി. ഹുർമൂസ് അപ്പുറത്ത് പോയി നന്നായി കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചു വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വിശ്വസിക്കുന്ന ആശയം, പഠിച്ച ആശയം, അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വവും അതിനനുസരിച്ചുള്ള അനുയായികളുമുള്ള പ്രസ്ഥാനത്തിൽ മെമ്പറായി ചേരുന്നതിൽ ഞാനും അഭിമാനം കൊള്ളുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കൂ, ധാരാളം മുസ്ലിങ്ങളെ കൊന്നതിന്റെ പേരിൽ ഹുർമൂസിനോട് അങ്ങേയറ്റത്തെ മാനസികമായ വികാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ട്, അനുയായികൾക്കുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ആദർശത്തിന് വില കൽപ്പിച്ചതുകൊണ്ട് ഹുർമൂസ് ചക്രവർത്തി നന്നായി പോയില്ലേ, അവൻ ഇസ്ലാമിലേക്ക് വന്നില്ലേ? ഇതല്ലേ നമ്മുടെ സമീപനം വേണ്ടത്? അതിന് പകരം ഏത് വ്യക്തികളുടെ മുമ്പിലും ഇവർ ഒരു നെറികെട്ട സമൂഹമാണ്, ഇവരെന്ത് കളവും പറയുന്നവരാണ്, ഏത് ആരോപണവും ഉന്നയിക്കുന്നവരാണ്, ഇവർക്ക് സത്യബോധമില്ലാത്തൊരു സമൂഹമാണ് എന്ന് നമ്മുടെ സമുദായത്തെ സംബന്ധിച്ച് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഈ ഒരു കോടിയും മറ്റും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സർവ കക്ഷികളും കാരണക്കാരല്ലേ? പടച്ചവന്റെ കോടതിയിൽ അവരെന്ത് മറുപടി പറയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തും ആരോപണം പറയലാം. ലാ യജ്രിമന്നകും സനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടോ ഞങ്ങളുടെ പേരിൽ? നിങ്ങൾ കുറെ കുറ്റം പറഞ്ഞോളൂ, നിങ്ങൾ വേണമെങ്കിൽ കല്ലെടുത്തെറിഞ്ഞോളൂ. ഇസ്ലാമിനെ എന്തിന് തെറ്റിദ്ധരിപ്പിക്കണം? ഇസ്ലാമിനെ നിങ്ങൾ എന്തിന് തെറ്റിദ്ധരിപ്പിക്കണം? മുസ്ലിങ്ങളെ എന്തിന് തെറ്റിദ്ധരിപ്പിക്കണം? ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കുറെ കക്ഷികൾ ഒരിക്കലും ഹിന്ദുമതക്കാരോ ക്രിസ്ത്യാനികളോ മറ്റേതെങ്കിലും കക്ഷികളോ ഈ നെറികേടിന് പോയതായി നാം കാണുന്നില്ല. ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഒരു വിഭാഗം. ഞാൻ കക്ഷികളുടെ പേരൊന്നും പറയുന്നില്ല. ഇവിടെ വെറുതെ ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുക. എന്തിന്? എന്റെ ആവശ്യത്തിന്? മൗലവി ചേകനൂരിനെ കാണാതെയായി, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാണുന്നില്ല. ആ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടവർ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ പിൻവാതിലിലൂടെ നമ്മുടെ നേതാക്കൾ ബന്ധപ്പെട്ടു എന്ന് ഇവര് പറയുമ്പോ ഇവരെന്നാ കുറച്ച് ബുദ്ധി ഇവർക്ക് വേണ്ടേ? അന്വേഷിക്കുന്നവർക്ക് അറിയില്ലേ അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല? ഇവർക്ക് കുറച്ച് ബുദ്ധി വേണ്ടേ? എന്നിട്ട് ആരോപണം ഉന്നയിച്ച് ജനങ്ങളെ മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. എന്താവശ്യത്തിന്? ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ബുദ്ധിയുള്ളവരാണ്, അറിവുള്ളവരാണ്. അവർക്കറിയാം ഒരു കേസ് എങ്ങനെ അന്വേഷിക്കണം, എങ്ങനെ തെളിവെടുപ്പ് നടത്തണം. അവർ അവരുടെ റൂട്ടിൽ പോകുന്നു. അതിന് മറ്റുള്ള ആളുകൾ എന്തിന് കുറെ ആരോപണങ്ങൾ വെച്ച് കെട്ടി നിരപരാധികളായ പണ്ഡിതന്മാരുടെയും സ്ഥാപനങ്ങളുടെയും പേരിൽ പറയണം? ഒരാൾ എന്നോട് ചോദിച്ചു ദുബായിന്ന്, ഈ ഒരു പണ്ഡിതന്റെ ശിഷ്യനായാൽ അയാളെ പണ്ഡിതൻ പറയുമ്പോൾ തന്നെയല്ലേ നടക്കുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചിലർ അങ്ങനെ അല്ലാതെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടില്ല ചേകനൂരിനെ, അയാൾ ഉസ്താദാണ്, മർഹൂം കണ്യത്ത് ഉസ്താദ് നവറല്ലാഹു മർഖദഹു, കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനാണ് ചേകനൂർ മൗലവി. മർഹൂം കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാരുടെ ശിഷ്യനാണ് ചേകനൂർ മൗലവി. പക്ഷേ ഉസ്താദുമാര് പറയുന്ന ഉപദേശമൊന്നും അയാൾ സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു ശിഷ്യനുണ്ടായി. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചേകനൂർ ഉണ്ടായി എന്നുള്ളത് തന്നെ. അതുപോലെ കെ എം മൗലവി ഉണ്ടായി, അദ്ദേഹം ഉസ്താദിന്റെ ഉപദേശം സ്വീകരിച്ചില്ല. ഉമർ മൗലവി ഉണ്ടായി. അങ്ങനെ എത്ര മൗലവിമാരുണ്ടായി. ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരാള് ഫൈസിയാണ് എന്ന് പറഞ്ഞു രംഗത്ത് വന്ന്, ഒരു മുജാഹിദ്. ഉസ്താദുമാര് പറയും പോലെ സ്വീകരിച്ചില്ല, മുജാഹിദായി. വേറെ ഒരാൾ ജമാഅത്ത് ഇസ്ലാമിയായി, വേറൊരുത്തൻ ഖാദിയാനിയായി. അങ്ങനെ എത്ര കക്ഷികളുണ്ട് ഉസ്താദ് പറയും പോലെ കേൾക്കാത്തവര്. എന്തിനു പറയണം? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യനായിരുന്നില്ലേ ഹാബീല്? പക്ഷേ സ്വീകരിച്ചില്ല. ഹാബീല് സ്വീകരിച്ചു, ഹാബീല് സ്വീകരിച്ചില്ല. അപ്പൊ ഒരാളുടെ ശിഷ്യനായത് കൊണ്ട് പറയും പോലെ സ്വീകരിച്ചു കൊള്ളണം എന്നുണ്ടോ? അല്ലെങ്കിൽ ഏതോ ഒരു ശിഷ്യൻ, സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് ഏതോ ശിഷ്യൻ തെറ്റിയതോ ഇല്ലേ നമുക്കറിയില്ല കേട്ടോ. അത് മറ്റൊന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു പൊതുതത്വം നാം മനസ്സിലാക്കാനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും സൈന്യത്തെയും ഇസ്ലാമിന്റെ പ്രതിരോധത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ആരെയും ആക്രമിച്ചുകൊണ്ട് ഇസ്ലാം യുദ്ധം നടത്തിയിട്ടില്ല. ആ ഉസാമ റളിയല്ലാഹു അൻഹു യുദ്ധം നടത്തുന്നതിനിടയിൽ ഒരാൾ, അദ്ദേഹം ഒരുപാട് മുസ്ലിമീങ്ങളെ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് അരിഞ്ഞു വീഴ്ത്തുകയാണ്. ആ അരിഞ്ഞു വീഴ്ത്തിയ മനുഷ്യനെ പ്രതിരോധിക്കാൻ ഉസാമ റളിയല്ലാഹു അൻഹു ചെന്ന് വാളുയർത്തി. ഉടനെ ഇയാൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ഉസാമ റളിയല്ലാഹു അൻഹു കൊടുത്തൊരൊറ്റ വെട്ട്. ആ വിവരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ചോദിച്ചു, ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട്, ഉസാമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആ വ്യക്തിയെ നീ കൊന്നു. എന്താണ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഖിയാമത്ത് നാളിൽ ചെയ്യുക എന്ന് ഉസാമ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തഗ്ഫിർ നബിയെ, ഇസ്തഗ്ഫിർലി, എനിക്ക് വേണ്ടി അവിടുന്ന് മാപ്പ് ചോദിക്കണം, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പിന്നെയും ചോദിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം നീ എന്ത് ചെയ്യും ഉസാമ? ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശിഷ്യൻ കാര്യം അറിയാതെ ഒരു തെറ്റ് ചെയ്തു, അതിന് റസൂലുള്ളാഹി ഉത്തരവാദിയാണെന്ന് മുസ്ലിമീങ്ങളുടെ പേരിൽ പത്രമിറക്കുന്ന ഈ കക്ഷികൾ പറയുമോ? മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഉസാമ റളിയല്ലാഹു അൻഹു ചെയ്ത ഈ തെറ്റ്, അറിവില്ലാതെ ചെയ്തു പോയ ഈ തെറ്റ്, ആ തെറ്റിന് റസൂലുള്ളാഹി ഉത്തരവാദിയാണെന്ന് പറയാൻ നിവൃത്തിയുണ്ടോ? പത്രക്കാരെ, നിങ്ങൾ എന്തേ മതം പഠിക്കാതിരുന്നത്? എന്തേ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ചരിത്രം പഠിക്കാതിരുന്നത്? എന്തേ സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കാതിരുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോൾ നാദാപുരം ഭാഗത്ത് കൊലകൾ നടക്കുന്നു, അതുപോലെ തീക്കത്തിക്കൽ നടക്കുന്നു ഇല്ലേ? ഞാൻ ചോദിക്കുന്നു, അവിടെ ചെയ്യുന്ന അനുയായികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആ പാർട്ടിയുടെ നേതാക്കന്മാർ ഉത്തരവാദികളാണോ? കണ്ണൂരിൽ കൊലകൾ നടക്കുന്നു, അതിന്റെ നേതാക്കന്മാർ അനുയായികളിൽപ്പെട്ടവർ ചെയ്യുന്നതിന് ഉത്തരവാദികളാണോ? അനുയായികൾ തന്നെ ചെയ്താൽ ഉത്തരവാദികൾ അല്ലെങ്കിൽ അനുയായികളാണ് എന്നതിന് തെളിവ് പോലും ഇല്ലാത്തവർ ചെയ്തു എന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ സഹോദരന്മാരെ, അന്വേഷണം നടക്കുമ്പോഴേക്ക് പണ്ഡിതന്മാരുടെ തലയിലും പ്രസ്ഥാനത്തിന്റെ തലയിലും അതുപോലെ സംഘടനയുടെ തലയിലും സ്ഥാപനത്തിന്റെ തലയിലും വെച്ചുകെട്ടി സംസാരിക്കുന്നവർക്ക് മരിക്കണമെന്ന ബോധമില്ലേ? പടച്ചവന്റെ മുമ്പിൽ ഒരു കോടതി ഉണ്ടെന്ന ബോധമില്ലേ? ഇവിടെ എന്തും എഴുതാമെന്നാണോ? എന്തും പറയാമെന്നാണോ? അതിനെന്താ ഇവിടെ സംഭവം നടക്കണ്ടിട്ടല്ലോ, ഇവരൊന്ന് കൊടുക്കണ്ടിട്ടല്ലേ? ഇവിടെ ചേകനൂര്, എന്ത് ചേകനൂർ? ഇവിടെ എന്തായാലും എന്താ സംഗതി ആയല്ലോ, കാന്തപുരം ഒന്ന് കുടുങ്ങി കാണണ്ടേന്ന് ഒരു പൂതിയല്ലേ? ഞാൻ പറയട്ടെ, ആ പൂതി മനസ്സിലിരിക്കട്ടെ. ഇവിടെ സത്യത്തിന് നിലനിൽപ്പുണ്ട്, അസത്യത്തിന് നിലനിൽപ്പില്ല. സത്യത്തിനെന്നും നിലനിൽപ്പുണ്ട്, അത് ഊതിക്കെടുത്താൻ കഴിയില്ല. അസത്യത്തിന് ഇവിടെ നിലനിൽപ്പില്ല. ഇവിടെ ഖുർആൻ പഠിപ്പിച്ച ആശയം, വൽ അർള വലഅഹാ ലിൽ അനാം, ഈ ഭൂമി ലോകം എല്ലാവർക്കും ജീവിക്കാൻ അല്ലാഹു വെച്ചതാണ്. ഇവിടെ എന്തൊരു ചേകനൂര്? പടച്ചവനെ ചീത്ത പറയുന്ന എത്ര ആളുണ്ട് ഇവിടെ? ബുഖാരി ഇമാമിനെ ചീത്ത പറയലും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചീത്ത പറയലും, സ്വഹാബത്തിനെ ചീത്ത പറയലും, അതൊക്കെ മുജാഹിദിന്റെയും മൗലവിമാരും ഒക്കെ ഏർപ്പാട്. അതേ സമയത്ത് അള്ളാഹനെ ചീത്ത പറയുന്ന എത്ര യുക്തിവാദികളുണ്ട് ഇവിടെ? ഇസ്ലാം എന്ന് രാജിവെച്ച് യുക്തിവാദിയായ എത്ര ആളുകളുണ്ട് ഇവിടെ? യുക്തിവാദി സംഘത്തിന്റെ നേതാക്കൾ എത്രയുണ്ട് ഇവിടെ? കോഴിക്കോട്ടങ്ങാടിയിൽ വെച്ച് പടച്ചവനില്ല, ഉണ്ടെങ്കിൽ കാണട്ടെ, ആരാണ് ഈ പടച്ചവൻ എന്നൊക്കെ പറഞ്ഞ് മുതലക്കുളം മൈതാനിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കുന്നു. അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ അള്ളാഹ് മുന്തിരിങ്ങ ജ്യൂസ് കൊടുക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ കോഴി ബിരിയാണിയും കൊടുക്കുന്നു. അതല്ലേ അള്ളാഹുവിന്റെ നയം? അള്ളാഹ് റഹ്മാനാണ്, ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ സൗകര്യം ചെയ്തവനാണ്. ഈ റഹ്മാനായ അള്ളാഹുവിന്റെ ഭൂമിയിൽ എല്ലാ വിഭാഗവും ജീവിക്കും, എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി ലോകം. പാരത്രിക ലോകത്ത് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കേ ഫലം ഉണ്ടാവുകയുള്ളൂ. ഇതല്ലേ മുസ്ലിം പണ്ഡിതന്മാർ ലോകത്ത് മുഴുവനും ഇന്ന് വരെ പറഞ്ഞത്? അതല്ലേ എന്നും പ്രചരിപ്പിക്കുന്നത്? ഈ നിലക്ക് പഠിപ്പിക്കുന്ന ഒരാശയത്തിന്റെ വക്താക്കൾ. ആർക്കും ജീവിക്കാനുള്ളതാണ് ഭൂമി ലോകം. കായികമായി ആരെയും നേരിടണമെന്ന് ഒരു സംഘടനയുടെ നേതാക്കളും പറഞ്ഞില്ല. മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളെ നേതാക്കളും പറഞ്ഞില്ല. പറഞ്ഞതായി ഞങ്ങൾ ആരും കേട്ടിട്ടുമില്ല. ഞങ്ങളൊക്കെ, ഞാൻ മർക്കസ് സഖാഫത്ത് സുന്നിയെ പഠിച്ചൊരു സഖാഫിയാണ്. ഒരു ക്ലാസ്സിലും ഒരു ഉപദേശത്തിലും ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ നോക്ക്, അതേ സമയത്ത് പരസ്യമായി എഴുതിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സഹിഷ്ണുതയെ സംബന്ധിച്ച് നീട്ടി എഴുതുന്ന പത്രം, നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ പല്ലിന്റെ ഊത്ത്, ഈ പത്രക്കാരോട് ഞാൻ ചോദിക്കും, നിങ്ങളെ കൺമുന്നിലല്ലേ അരീക്കോട് എന്ന പ്രദേശത്ത് വെച്ച് നമ്മളെ ഇബ്രാഹിം മാസ്റ്റർ എഴുതിയത് മഖബറയിലേക്ക് നേർച്ചയാക്കുന്ന മുഴുവൻ ആളെ കൊല്ലണം, അത് നിർബന്ധാണ് എന്നല്ലേ എഴുതിയത്? ഇത് മുജാഹിദ് അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനക്കാര് പരസ്യമായി ഇങ്ങനെ എഴുതിയതായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അവർക്കെതിരെ എന്തുകൊണ്ട് പത്രങ്ങൾ എഴുതുന്നില്ല? അവർക്കെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല?
നിങ്ങളെന്താ ഇപ്പൊ പറയാത്തത്? ഞങ്ങൾ ഇതൊന്നും പറയണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം ഇതൊന്നും പറയേണ്ടതില്ല, ഞങ്ങൾ ഖുർആൻ കൊണ്ട് തന്നെ അവരെ നേരിടാൻ ധാരാളമുണ്ട്, ഹദീസ് കൊണ്ട് നേരിടാനുണ്ട്. ഇവരുടെ ഈ ഐബൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇവിടെ ബുദ്ധിയുള്ള ജനങ്ങളല്ലേ. നിങ്ങൾ നോക്ക്, ഒറ്റ ഒരു ഉദാഹരണം ഞാൻ പറയുന്നു. മക്ക ഷെരീഫിൽ ജുമാ നടക്കുന്നു, അവിടെ ജുമാക്ക് ബാങ്ക് 2. മദീനയിൽ ജുമാക്ക് ബാങ്ക് 2. സൗദി അറേബ്യ മുഴുവനും ജുമാക്ക് ബാങ്ക് 2. ഖത്തറിൽ 2, UAE 2, ഒമാനിൽ 2, ബഹ്റൈനിൽ 2, കുവൈത്തിൽ 2, ഇറാഖിൽ 2, ഇറാനിൽ 2, സോമാലിയിലും 2, സുഡാനിലും 2, അഫ്ഗാനിസ്ഥാനിലും 2, പാകിസ്ഥാനിലും 2, ഇന്തോനേഷ്യയിലും 2, മലേഷ്യയിലും 2, ഈജിപ്തിലും 2, ഷാമിലും 2, യമനിലും 2, മുരീത്താനിയിലും 2, അമേരിക്കയിലും ജുമാക്ക് ബാങ്ക് 2, റഷ്യയിലും 2, ഫ്രാൻസിലും അങ്ങനെ തന്നെ, ജർമ്മനിയിലും അങ്ങനെ തന്നെ, ആഫ്രിക്കയിലും അങ്ങനെ തന്നെ. എല്ലാ സ്ഥലത്തും ജുമാക്ക് ബാങ്ക് 2. ഈ പട്ടാളപ്പള്ളിയിൽ 1. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ മനുഷ്യന്മാരും തിരിഞ്ഞു നിസ്കരിക്കുന്ന മക്കയിലേക്ക്, ഈ പട്ടാളപ്പള്ളിയിൽ നിന്നും തിരിയുന്ന മക്കയിലേക്ക്. അവിടെ എത്രയാ ബാങ്ക് ജുമാക്ക്? അവിടെ 2. ഇവിടെ എത്രയാ? ഇവിടെ 1. ആരാ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത്? ആരാണ് മുസ്ലിം ഐക്യത്തിൽ നിന്ന് പുറത്തുപോയത്? ആരാണ് മുസ്ലിമീങ്ങളുടെ ഐക്യത്തിൽ നിന്ന് പുറത്തുപോയി? ആരാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത്? ഞാൻ ചോദിക്കാണ്. ഇവരെന്തിനാ മക്കയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നത്? ഇവർക്ക് മൊയ്തീൻ പള്ളിയിലേക്ക് തിരിഞ്ഞാ പോരെ? കാരണം മക്കയിൽ ജുമാക്ക് ബാങ്ക് 2 ഇവരെന്തിനു മക്കയിലേക്ക് തിരിയണം? മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ജീവിക്കുന്നു. സഹീഹുൽ ബുഖാരി തലഖത്തുൽ ഉമ്മത്ത് ബിൽ ഖബൂൽ. മുസ്ലിം സമുദായം ഒന്നടങ്കം സ്വീകാര്യത കൊണ്ട് എതിരേറ്റ ഗ്രന്ഥമാണ് ബുഖാരി. ചേകരൂർ മൗലവി പറഞ്ഞ് നമ്മളിപ്പന്തിന് മുഖവിലക്കെടുക്കണം. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ ബുഖാരിയിലെ 916 നമ്പർ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 7ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയ മഹാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ മാതൃ സഹോദരി കൂട്ടിക്കൊണ്ടുപോയപ്പോ അള്ളാഹുവിന്റെ റസൂല് തലയിൽ കൈവച്ചു കൊടുത്തുകൊണ്ട് ബറക്കത്തിന് ദുആ നടത്തുകയും എന്നിട്ട് ബറക്കത്തിന് വേണ്ടി അവിടുന്ന് ഉപയോഗിച്ച വെള്ളത്തിന്റെ ബാക്കി കുടിക്കാൻ കൊടുക്കുകയും അങ്ങനെ കുടിക്കുകയും ചെയ്ത സഹാബി സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു തബൂക്കിൽ നിന്ന് റസൂലുള്ളാഹി വരുമ്പോ വരവേൽപ്പിന് പോയ ആളാ. ഇപ്പൊ ഓരോ പത്രക്കാരെ ഇത് കാന്തപുരം വരുമ്പോ തക്ബീർ ചൊല്ലും. അങ്ങനെയാ ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. മഹാന്മാരായ നേതാക്കൾ വരുമ്പോ തക്ബീർ ചൊല്ലണമെന്നാ. മദീനയിൽ റസൂലുള്ളാഹി വരുമ്പോഴും അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ് എന്ന് സഹാബത്ത് തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിൽ വെച്ച് സഹാബത്ത് ഉഗ്രൻ മൗലിദ്, ഗംഭീര മൗലിദ് ഓതിയിട്ടുണ്ട്. തലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. പരസ്യമായി മർഹബ ചൊല്ലിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിൽ നിന്ന് സഹാബത്ത് ചൊല്ലിയത് ഇബ്നു തൈമിയുടെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം എഴുതി വെച്ചിട്ടില്ലേ? ഇബ്നു കസീർ എഴുതി വെച്ചിട്ടില്ലേ? ഹാഫിദ് ദഹബി എഴുതി വെച്ചിട്ടില്ലേ? ആർക്കാണ് അതിൽ സംശയമുള്ളത്? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്ന് വരുന്ന സമയത്ത് വരവേൽപ്പിന് പോയ സഹാബി സായിബ് ഇബ്നു യസീദ്. ആ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമല്ലേ ബുഖാരിയിലുള്ളത്? പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് സന്ദർഭമെത്തിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജുമഅക്ക് 2 ബാങ്ക് നടപ്പാക്കി. അതിനെ സംബന്ധിച്ച് സായിബ് റളിയല്ലാഹു അൻഹു സഹാബിയായ സായിബ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫസബതൽ അംറു അലാ ദാലിക്. ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. എവിടെ റിപ്പോർട്ട്? സിറാജ് പത്രത്തിലല്ല, ബുഖാരിയിലാ. സഹീഹുൽ ബുഖാരിയിലെ 916 നമ്പർ ഹദീസാ. ഫസബതൽ അംറു അലാ ദാലിക്. ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ആരാ പറയുന്നത്? ശൈഖുനാ കാന്തപുരമല്ല, മർഹൂം കണ്യത്ത് ഉസ്താദല്ല. പറയുന്നത് സഹാബിയായ സായിബ് റളിയല്ലാഹു അൻഹു. അന്ന് മുതൽ ഇന്നേ വരെ മദീനയിൽ ജുമുഅക്ക് ബാങ്ക് 2,
മക്കയിൽ ജുമാക്ക് ബാങ്ക് 2, ഇന്ത്യ രാജ്യം മുഴുക്ക ജുമാക്ക് ബാങ്ക് 2, കേരളം മുഴുക്ക ജുമാക്ക് ബാങ്ക് 2. ഞാൻ ചോദിക്കട്ടെ, ഈ ബാങ്ക് എന്തിനെടുത്തു കളഞ്ഞു? ബുഖാരി സ്വീകരിക്കുന്നവരാണെങ്കിൽ ഈ ബാങ്ക് എന്തിനെടുത്തു കളഞ്ഞു? സ്വഹാബത്തിനെ സ്വീകരിക്കുന്നവരാണെങ്കിൽ എന്തിനീ ബാങ്ക് എടുത്തു കളഞ്ഞു? എന്തിനീ ഭിന്നിപ്പുണ്ടാക്കി? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുമ്പോൾ മുന്നിലെ സഫിലുള്ളത് ആരാന്നറിയോ? SSFന്റെ ചെറിയ എളിയ പ്രവർത്തകന്മാരല്ല, SPS-ന്റെ പ്രവർത്തകന്മാരല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ജുമുഅക്ക് 2 ബാങ്ക് നടപ്പാക്കുമ്പോ ഒന്നാമത്തെ സഫിൽ 100 കണക്കിന് ബദരീങ്ങളാണ്. ബദർ യുദ്ധത്തിന് പോയവരില്ലേ? എന്തിനു പോയി? സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ 500ഓളം കിലോമീറ്റർ അകലെ സ്വന്തം ജീവനും കൊണ്ടുപോയി അവിടെ നിന്ന് ദീനീ പ്രവർത്തനം നടത്തുമ്പോ അതിനും അനുവദിക്കാത്ത ചുറ്റുപാട് വന്ന് അബൂജഹലും കക്ഷികളും പിന്നെയും മർദ്ദനങ്ങളും അതേ അക്രമങ്ങളും അഴിച്ചുവിടുമ്പോ നിവൃത്തിയില്ലാതെ അവസാനം കയ്യിലൊരായുധവുമില്ലെങ്കിലും അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി ഇറങ്ങിയ ബദരീങ്ങളില്ലേ, ആ ബദരീങ്ങളിൽപ്പെട്ട 100 കണക്കിന് ആളുകൾ മുന്നിലെ സഫിലിരിക്കുന്നുണ്ട്. അതേ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത് പല്ല് പൊട്ടിയവരുണ്ട്, കൈമുറിഞ്ഞവരുണ്ട്, കാല് മുറിഞ്ഞവരുണ്ട്, കാത് കൊത്തിപ്പോയവരുണ്ട്, ബാപ്പ മരിച്ചുപോയവരുണ്ട്, മക്കള് മരിച്ചുപോയവരുണ്ട്. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബത്തുണ്ട്. ഖന്തഖിൽ എല്ലാ എതിരാളികളും ഒരുപോലെ സംഘടിച്ച് മദീന പിടിച്ചടക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി വരുമ്പോ ആ മദീനയുടെ പരിസരത്ത് വലിയ കുഴി കുഴിച്ചിട്ട് ശത്രുക്കൾക്ക് കയറി വരാൻ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുമ്പോ പട്ടിണി കിടന്നിട്ടൊന്നുമില്ലാത്തതിനാൽ കല്ലുകൾ വയറ്റിന് വെച്ച് കെട്ടിയിട്ട് വികാസ് എടുത്ത് കുഴി കീറുകയാണ് ശത്രുക്കളെ പ്രതിരോധിക്കാൻ. ആ കുഴി കീറുന്ന സമയത്ത് എന്ന് ചൊല്ലിയ ഖന്തഖിൽ പങ്കെടുത്ത സഹാബത്തുണ്ട്. ഇവരെല്ലാം മദീനത്തെ പള്ളിയിലെ സഫിൽ നിറഞ്ഞു കിടക്കുന്നു. ബദരീകളും മുഹദീങ്ങളും ഖന്തഖീകളും ഒക്കെ നിറഞ്ഞു കിടക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനത്തിൽ 2 ബാങ്ക് നടപ്പാക്കുന്നു. ബദരീങ്ങളിൽപ്പെട്ട ഒരൊറ്റ സഹാബിക്ക് തർക്കമില്ല, ഉഹദിൽ പങ്കെടുത്തവർക്ക് തർക്കമില്ല, ഖന്തഖിൽ പങ്കെടുത്തവർക്ക് തർക്കമില്ല, മൂത്തത്തിൽ പോയവർക്ക് തർക്കമില്ല, തബൂക്കിൽ പോയവർക്ക് തർക്കമില്ല. തർക്കമുള്ളത് ആർക്ക്? ഇവിടുത്തെ മുജാഹിദിന് തർക്കം, ബദരീങ്ങൾക്ക് തർക്കമില്ല. ഉഹദിൽ പങ്കെടുത്തവർക്ക് തർക്കമില്ല, ഖന്തഖിൽ പങ്കെടുത്തവർക്ക് തർക്കമില്ല. എന്നിട്ട് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു എന്നാണ് എന്റെ അറിവ്. സൂചിപ്പിച്ചില്ലേ? നമ്മുടെ വടകരയില്, ആയഞ്ചേരിയില്, പൈങ്ങോട്ടായില് എന്തിനാണ് ആ പള്ളിയിൽ പശു കയറി മൂത്രമൊഴിക്കുന്നത്? എന്തിനാണ് ആ പള്ളിയിൽ നായ കയറുന്നത്? എന്തിനാണ് ആ പള്ളി തകർന്നുകൊണ്ടിരിക്കുന്നത്? ഈ മദീനത്ത് നടപ്പാക്കിയ 2 ബാങ്ക, ലോകമൊട്ടാകെ കൊടുക്കുന്ന 2 ബാങ്ക ഇവിടെ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ പള്ളിയിൽ പശു കയറി മൂത്രമൊഴിക്കുന്നത്? ആ മക്കയിലും മദീനയിലും അന്ന് മുതൽ ഇന്ന് വരെ സർവ്വ ഭാഷക്കാരും വന്ന് പങ്കെടുക്കുന്ന ജുമുഅ, ആ ജുമുഅയില് ഒറ്റ ഭാഷ, ലോകമൊട്ടാകെ ഒറ്റ ഭാഷ. ആ ഭാഷ മാറ്റണമെന്ന് പറഞ്ഞിട്ടല്ലേ പള്ളി പൂട്ടിക്കിടക്കുന്നത്? അതേ സഹോദരന്മാരെ, മക്കയിൽ 20 റക്അത്ത് തറാവീഹ്, മദീനയിൽ 20 റക്അത്ത് തറാവീഹ്, അത് റസൂലുള്ളാഹി നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അത് കണ്ട സഹാബത്ത് അതേ നിലക്ക് പകർത്തി. ആ 20 പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പള്ളി പൂട്ടിക്കിടക്കുന്നത്? ആരാണ് ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത്? ആരാണ് ഇവിടെ മുസ്ലിമീങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്? എന്നിട്ട് ഈ കക്ഷികൾ പേച്ചവരാണ് എന്ന് പറയുന്നവരാ ഭിന്നിപ്പുണ്ടാക്കിയതാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കൂട്ടുന്ന ഇറങ്ങിയിട്ട് ഉപദേശിക്കുന്ന പക്ഷി, ആ പക്ഷിയാ കുഴപ്പമുണ്ടാക്കിയതാ? ഈ പക്ഷിയാണോ കുഴപ്പമുണ്ടാക്കിയത്? സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് മുജാഹിദ് എന്തെഴുതി? അവരുടെ ഭീകര പരസ്യമായിട്ട് അൽമനാറിൽ എഴുതി വരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപഴച്ചവനുമാവുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖ സൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കും ആയിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. മഖ്ബറയിലേക്ക് നേർച്ചയാക്കുന്നവർ മുശ്രിക്കീങ്ങളാണ്. മുശ്രിക്കീങ്ങളാണെങ്കിൽ പിന്നെ കൊല്ലൽ നിർബന്ധമാണ്. ഇങ്ങനെ പരസ്യമായി എഴുതിയൊരു പ്രസ്ഥാനം മുജാഹിദിന്റെ മുഖപത്രത്തിലല്ലേ ഇത് എഴുതിയത്? 981 ഒക്ടോബറിലെ മുഖപത്രത്തിലല്ലേ ഇത് എഴുതിയത്? ഇങ്ങനെയുള്ള ഒരു ഭീകര പ്രസ്ഥാനം വേറെ ഏതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? സഹോദരന്മാരെ, ജമാഅത്ത് ഇസ്ലാം, ജമാഅത്ത് ഇസ്ലാമിക്കാരെന്താ എഴുതിയത്? ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം. ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്ന IPH പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം, അതിൽ എന്താണ് ഉപദേശം നൽകിയത് മൗദൂദി? മൗദൂദിന്റെ ഉപദേശം നിങ്ങൾക്ക് കാണാം. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു. മൗദൂദി തുറക്കാൻ പോവാണ്.
തുറന്ന് പ്രസ്താവിച്ചത് ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങിയിട്ട് അവസാനം അദ്ദേഹം പറയാണ്, നിങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുദൂതരും ആവിഷ്കരിച്ച ഇസ്ലാമിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, ഇസ്ലാമിലാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി മതേതര ഭൗതികത്വ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഈ ദേശീയ ജനാധിപത്യത്തെ പ്രതിരോധിക്കുകയും പകരം ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ മാനുഷിക പ്രാതിനിധ്യത്തിന്റെ സ്ഥാപനാർത്ഥം സമരം നടത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഒഴിച്ചുകൂടാത്ത മതകർത്തവ്യം മാത്രമാകുന്നു. ജനാധിപത്യത്തിനെ പ്രതിരോധിക്കാൻ സമരം നടത്തലും അത് മതകർത്തവ്യമാകുന്നു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വികാരമുണ്ടാക്കി ഭീകരവാദികളാക്കി പുറത്തിറക്കിയ ജമാഅത്ത് ഇസ്ലാമിയില്ലേ, ഈ ജമാഅത്ത് ഇസ്ലാമിയും മഖ്ബറയിലേക്ക് നേർച്ചയാക്കുന്നവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറഞ്ഞ മുജാഹിദും ഇതിന് രണ്ടിനും വളം വെച്ചു കൊടുക്കുന്ന മറ്റൊരു സാധനവും. ഞാനിപ്പോ ഇതിന്റെ പേര് പറയുന്നില്ല, പറയാൻ മാത്രമില്ല, അതുകൊണ്ട് പറയുന്നില്ല. സഹോദരന്മാര് എഴുതാണ്, ഈ സഖാഫികളൊക്കെ ഭീകരവാദികളായിട്ട് ഇറങ്ങല്ലേ എന്നാ എഴുതുന്നത്. ഞാൻ ചോദിക്കുന്നു, ബുദ്ധിയില്ലേ ഇവർക്ക്? ഇവിടെ ഭീകരത വളർത്തിയത് സുന്നത്ത് ജമാഅത്തല്ല, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുമല്ല. ഇടയ്ക്കൊരു കാര്യം പറയുന്നത്, നമ്മുടെ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കലണ്ടർ എല്ലാവരും വാങ്ങണം, സിറാജുലുദന്റെ കലണ്ടറും വാങ്ങണം. അതിന്റെ പുറമെ നമ്മുടെ പല പ്രസംഗ കേസറ്റുകളും ഈ സദസ്സിലുണ്ട്. കാന്തപുരം ഉസ്താദിന്റെ കൂട്ടത്തിൽ എടവണ്ണയിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചൊരു കേസറ്റ് ഉണ്ട്, പള്ളികൾ ഐക്യ കേന്ദ്രങ്ങൾ. അങ്ങനെ പ്രസംഗിക്കാൻ ഒരു കാരണമുണ്ട്. എടവണ്ണയിൽ എല്ലാ മുസ്ലിമിക്കും നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി ഇല്ലായിരുന്നു കുറെ കാലമായിട്ട്. ഇപ്പൊ അടുത്താണ് കാന്തപുരം ഉസ്താദ് അവിടെ എല്ലാ മുസ്ലിമിക്കും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി ഉണ്ടാക്കിയത്. എന്താണ് എല്ലാ മുസ്ലിമിക്കും നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി എന്ന് പറഞ്ഞാൽ? നമ്മളെ പള്ളി എങ്ങനെയാണല്ലോ, 2 ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്ന പള്ളിയാണ് മക്കയിലെ പോലെ. അപ്പോ 2 ബാങ്ക് വേണ്ടാന്ന് പറയുന്ന മുജാഹിദിനും പറ്റും, കാരണം അവൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി, അയാൾക്കും പറ്റൂല നമ്മളെ പള്ളി തന്നെ. അതുപോലെ തറാവി 20 നമ്മൾ പറയുന്നത്, 8 മറ്റോൻ പറയുന്നത്. നമ്മളെ 20 അവർക്കും വരാലോ, കാരണം 8 കഴിഞ്ഞ് അവൻ പോയാൽ മതിയല്ലോ, പ്രശ്നമില്ല. നിസ്കരിച്ചതിന് ശേഷം ദ്വാരക്കണമെന്ന് നമ്മൾ പറയൂ, അവൻ ദ്വാരക്കണ്ടെന്ന് പറയൂ, പ്രശ്നമില്ല, അവൻ ദ്വാരക്കാമീൻ പറയണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ തുടങ്ങി നമ്മളെ പള്ളി എല്ലാവർക്കും പറ്റൂ, ഇതൊരു കൂട്ടർക്ക് മാത്രം ഒരു പള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അറബിയിലുള്ള ഖുത്ബ എല്ലാവർക്കും പറ്റൂ, അമേരിക്കക്കാരനും പറ്റൂ, റഷ്യക്കാരനും പറ്റൂ, നമ്മളെ വീരപ്പൻ നാട്ടുകാർക്കും പറ്റൂ, എല്ലാവർക്കും പോലെ ഒറ്റ ഖുത്ബ. മക്കയിൽ എല്ലാവരും പോകുന്നില്ലേ, അവിടെ ഒറ്റ ഭാഷയിലുള്ള ഖുത്ബല്ലേ, എല്ലാവർക്കും പറ്റൂ. അത് തന്നെ നേരെ പറ്റി മലയാളത്തിലായ തമിഴ്നാട്ടുകാർക്ക് പറ്റുമോ, കർണാടകക്കാർക്ക് പറ്റുമോ? ഞമ്മക്കും പറ്റൂല. അത് വേറൊന്ന്, ഞാൻ ഇത് ബുദ്ധിപരമായിട്ട് പറയാ. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ആർക്കും പറ്റൂല, ജുമയാവൂല, മീറ്റിംഗേ ആവുള്ളൂ, അത് വേറൊരു വിഷയം. എല്ലാവർക്കും പറ്റുന്ന ജുമ നമ്മളത്. സുന്നികളെ പള്ളിയൊക്കെ ഐക്യത്തിന് വേണ്ടിയുള്ളതാ, മറ്റുള്ള ഒക്കെ ഉള്ള ഐക്യം തകർക്കാനുള്ളതാ. എല്ലാവർക്കും ഒരു സ്കെറ്റ് പള്ളി എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നത്? അപ്പൊ സഹോദരന്മാരെ, പള്ളികൾ ഐക്യ കേന്ദ്രങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗിച്ച കേസറ്റ് കേൾക്കണം എന്ന് ഞാൻ പ്രത്യേകം സാധാരണക്കാരോട് പറയാൻ. നമ്മളെ മുത്തലിമികൾ എപ്പോഴും കേൾക്കുന്നവരായി. സുന്നത്ത് ജമാഅത്ത് ഇവിടെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെല്ലാം ഇവിടെ അനൈക്യം സൃഷ്ടിച്ചവരാണ്. എന്തിനധികം പറയണം, കാബയെ പോയിട്ട് കുഴപ്പമുണ്ടാക്കിയില്ലേ ഈ മുജാഹിദ്? റസൂലുള്ളാഹിന്റെ മദീനത്തിൽ എന്നിട്ട് കുഴപ്പമുണ്ടാക്കില്ല. ഞാൻ പറയാണോ, CH മുഹമ്മദ് സാഹിബ് പോലെയുള്ള ആളുകൾ അവതാരിക എഴുതിയ ഈ മൊയ്തു മൗലവി സാഹിബ്, അദ്ദേഹം ഒരു മുജാഹിദിന്റെ ആളും കൂടിയാണെന്ന് എന്റെ അറിവ്, എനിക്ക് അയാൾ അറിയില്ല. ആ ഈ മൊയ്തു മൗലവി സാഹിബ് എഴുതിയ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലേ, ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും? ആ പുസ്തകത്തിൽ അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഏതാണ്ട് 90 വയസ്സ് പ്രായമെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഹിജ്റ 1206, ക്രിസ്താബ്ദം 1202 ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദിന്റെ സ്ഥാപക നേതാവിനെ സംബന്ധിച്ച് വിശദമായി എഴുതിക്കൊണ്ട് അദ്ദേഹം നജിദുകാരനാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, നജിദികളുടെ തീഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. നജിദുകാരായ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തീഷ്ണതയുള്ള തീവ്രതയുള്ള വാദഗതികളോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പിന്നെയും വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഹിജ്റ 1216, ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജി അഷ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജിദുകാർ ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളുമെല്ലാം പിടിച്ചെടുത്ത് അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. പിന്നെയും അദ്ദേഹം എഴുതിയാണ്, ഇവർ ചെയ്ത ഭീകര പ്രവർത്തനം, മുജാഹിദിന്റെ ഭീകരത, പരിപാവനമായ കാബയിൽ ഉണ്ടായിരുന്ന വില പിടിച്ച എല്ലാ സാധനങ്ങളും, രത്നങ്ങളും, നാണയങ്ങളും,
അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. കഅബയിലുള്ള സർവ്വ ഭണ്ഡാരങ്ങളും കൈവശപ്പെടുത്തി അതവരെ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുക്കുകയും എന്നിട്ട് ഖബറുകളുടെ മേലുള്ള കുബ്ബകൾ മുഴുവൻ തച്ചൊടക്കുകയുമാണ് ഈ മുജാഹിദിന്റെ ആളുകൾ ഹിജാസിൽ തന്നെ ചെയ്തിട്ടുള്ളതെന്ന് ഞാനല്ല പറയുന്നത്, ഈ മൗദ് മൗലവി എഴുതിയാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവർത്തികൾ ചെയ്തു. ഖബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിന് കാരണമായി. ഇങ്ങനെ മഹാന്മാരുടെ മഖ്ബറുകൾ തകർക്കുകയും കഅബയിലുള്ള സ്വത്തുക്കൾ അപഹരിക്കുകയും അതെന്നിട്ട് പട്ടാളക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്ത ഭീകര പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനവും ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ സമാധാനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പണ്ഡിതന്മാരെയും സമാധാനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും സംഘടനകളെയും ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്നത് എത്ര അപമാനകരമാണ് സഹോദരന്മാരെ. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കടക്കുന്നില്ല. എന്റെ സഹോദരന്മാര് ചിന്തിക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭീകരതയുടെയും പ്രശ്നമേ ഇല്ല. ഇവിടെ യുക്തിവാദികളും നിരീശ്വരവാദികളും മുജാഹിദും ജമാഅത്തും അതുപോലെ ഖാദിയാനിയും ഇവിടെ മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമിലോകം എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ ആശയമാണ് നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ ഇന്നുവരെയും അധ്യാപനം ചെയ്തിട്ടുള്ളത്. ആ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആശയങ്ങൾ നമ്മൾ തുറന്ന് പറയണം. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം പറയുന്നതിൽ ഇനി പണ്ഡിതന്മാരൊക്കെ പേടിച്ചു പോകുന്നതാണ് ചിലരുടെ ധാരണ. ഓ, മൗലവി വധക്കേസിനെ സംബന്ധിച്ച് ഇവിടെ അന്വേഷണം നടക്കുകയാണ്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്ത് പറഞ്ഞാലും വിരോധമില്ല. ളുഹർ നിസ്കരിക്കൽ ഹറാമാണ്. നമ്മുടെ ചേകരൂർ മൗലവിന്റെ ഒരു വാദാണ്. ളുഹർ നിസ്കരിക്കുന്നത് ഹറാമാണ്, മഗ്രിബ് നിസ്കരിക്കുന്നത് ഹറാമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ സൂക്ഷിച്ചിട്ടുമുണ്ട്. എന്താണ് നമസ്കാരം എപ്പോൾ എത്ര എങ്ങനെ, അതിന്റെ പരസ്യമുണ്ട്, അതിന്റെ ചട്ടയമ്മല്. എന്താ പരസ്യോ? കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നവർക്കും കഷ്ടപ്പാടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം. ഇതാ പരസ്യം. ഈ പുസ്തകത്തിൽ പറയുന്നു മഗ്രിബ് നിസ്കരിക്കൽ ഹറാമാണ്, ളുഹർ നിസ്കരിക്കലും ഹറാമാണ്, ഇശാ നിസ്കരിക്കുന്നതിന് വിരോധമില്ല, പക്ഷേ 2 റക്അത്ത് മാത്രമേ പാടുള്ളൂ. യാത്രക്കാരാണെങ്കിൽ 1 റക്അത്ത്. ഇന്നലെ ഞാൻ ഇശാസ്കാരൻ 2 റക്അത്ത് നിസ്കരിച്ചു. ഞാൻ നീണ്ട യാത്രയിലായിരുന്നു. അതിന് നമ്മൾ ഖസ്ർ എന്ന് പറയൂ. മൂപ്പരത് അങ്ങനല്ല, മൂപ്പര് കുസ്റ. പണ്ട് തന്നെ 2, അത് പിന്നെ യാത്രയിലാകുമ്പോ 1. ഈ നിലക്കുള്ള ആശയം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സർവ്വ മുജാഹിദും കാഫിറാണ്, സർവ്വ ജമാഅത്ത് ഇസ്ലാമിക്കാരും കാഫിറാ. എന്താ കാരണോ? ലാ തദൂ മഅല്ലാഹി അഹദ, അല്ലാഹനല്ലാതെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. എന്നിട്ട് സർവ്വ മുജാഹിദും സുന്നിയും ഒക്കെ വിളിക്കുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂന്ന്. മുഹമ്മദ് നബിയെ വിളിക്കുന്നത്, മദീനത്ത് കിടക്കുന്ന മുഹമ്മദ് നബിയെ വിളിക്കുന്നത് നിസ്കാരത്തിൽ. അതുകൊണ്ട് എല്ലാ മുജാഹിദും ഇസ്ലാം എന്ന് പുറത്താണ്, എല്ലാ ജമാഅത്ത് ഇസ്ലാമിയും ഇസ്ലാം എന്ന് പുറത്താണ്, എല്ലാ സുന്നിയും പുറത്താണ്, ഒരൊറ്റ കക്ഷിയില്ല ഇസ്ലാമിൽ, ആകെ ഞാനും 4 ആളും ഉണ്ട് എന്ന് അദ്ദേഹം എഴുതി. ആ എഴുതിയ മൗലവി ചേകനൂർ, ചിലർക്കൊരു ധാരണ ഉണ്ട് മൗലവി ചേകനൂരിന്റെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് കിടക്കുന്നതുകൊണ്ട് ഇനി സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊന്നും ഈ ആശയങ്ങളൊന്നും തുറന്നു പറയൂല, ഞങ്ങളെ പത്രത്തിലൊക്കെ ഒന്നും എഴുതി അങ്ങ് പേടിപ്പിക്കുകയും കൂടി ചെയ്താൽ ഇനി മുജാഹിദിനെതിരെ ഒന്നും പറയൂല, ജമാഅത്തുകാർക്കെതിരെ ഒന്നും പറയൂല, വേറെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കെതിരെ ഒന്നും പറയൂല, ഇവരൊക്കെ പേടിച്ചു പോവും എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണ ഉള്ളവർ വീട്ടിലിരുന്നോളണം. സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ പറയും, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയും. പക്ഷേ ആശയത്തെ ഞങ്ങൾ ഖുർആൻ കൊണ്ട് നേരിടും, ഹദീസ് കൊണ്ട് നേരിടും. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് മറ്റൊന്നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഖുർആൻ ഇവിടെ സമാധാനമാണ് പഠിപ്പിച്ചത്. ഖുർആൻ ഇവിടെ അക്രമത്തിന് കൂട്ടുനിന്നിട്ടില്ല. ഞങ്ങളെ പള്ളിയിൽ വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും പോകുന്ന ഒരു ആയത്ത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി والبغي يعظكم لعلكم تذكرون. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു നോക്കുമ്പോ രാഷ്ട്രീയമായ വൈരാഗ്യത്തിന്റെ പേരിൽ ചില പള്ളി മിമ്പറിൽ ഖുത്ബ ഓതുന്ന മുസ്ലിയാമാരെ സ്വാധീനിച്ചിരിക്കുന്നു അമവിയ ഭരണകൂടത്തിൽപ്പെട്ട ചില രാഷ്ട്രീയക്കാർ. അതേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന യസീദിന്റെ കക്ഷികളുണ്ടല്ലോ, തങ്ങന്മാരെ വിരോധികള്, ആലിമീങ്ങളെ വിരോധികള്, ആ യസീദിന്റെ കക്ഷികൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട്
അവിടെ മുസ്ലിം പള്ളികളിൽ വെച്ച് മിമ്പറിൽ വെച്ച് അലി ഇബ്നു അബീ താലിബിനെതിരെ പ്രാർത്ഥന നടത്തണമെന്ന് രാഷ്ട്രീയക്കാർ ഉപദേശിച്ചപ്പോൾ അതിന്റെ വാലാട്ടികളായ ചില ഖതീബന്മാർ അലി ഇബ്നു അബീ താലിബിനെതിരെ പള്ളി മിമ്പറിൽ വെച്ച് അതാ പ്രാർത്ഥന നടത്തുന്നത് കേട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭരണമേറ്റെടുത്ത ഉടനെ പറയുന്നത്, ഒരൊറ്റ പള്ളിയിലും അലി ഇബ്നു അബീ താലിബിനെതിരെ, സ്വഹാബികൾക്കെതിരെ, തങ്ങന്മാർക്കെതിരെ, മഹാന്മാർക്കെതിരെ ഒരൊറ്റ വാചകം പറഞ്ഞു പോകാൻ പാടില്ല. നിങ്ങളെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കേണ്ട സ്ഥലമല്ല പള്ളി മിമ്പർ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, പള്ളിയിലെ മിമ്പറിൽ ഈ ആയത്ത് ഓതണം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നിശ്ചയം അല്ലാഹു തആല നീതി കൊണ്ട് കൽപ്പിക്കുന്നു. നീതിയാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കോടതിയിൽ ആദ്യം വന്ന കേസ് ഒരു മുസ്ലിമിന്റെ കേസാണ്. അബ്ബാസ് എന്ന് പറയുന്ന മുസ്ലിമായ മനുഷ്യന്റെ സ്വത്ത് കൈവശപ്പെടുത്തിയെന്ന് യഹൂദിയായ മുസ്ലിമിന്റെ കേസാണ്. ആ കേസിൽ അബ്ബാസിനെതിരായി യഹൂദിക്ക് അനുകൂലമായി വിധിക്കുകയല്ലേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചെയ്തത്? നീതി പുലർത്തണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നന്മ കൊണ്ട് കൽപ്പിച്ചു. സാധുക്കളെ സഹായിക്കണം, യതീം കുട്ടികളെ സംരക്ഷിക്കണം, വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമിപ്പിക്കാൻ പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരണം, എല്ലാ മതത്തിലും പെട്ടവർക്ക് ആതുര ശുശ്രൂഷ നൽകണം, നിങ്ങൾ നന്മ ചെയ്യണം, ആത്മാർത്ഥതയുള്ളവരാകണം. ഖുർആനിന്റെ കൽപ്പനയാണ്. അതേ ഇതിൽ ഖുർബാ, ബന്ധപ്പെട്ടവർക്ക് കൊടുക്കണം, അടുത്ത ബന്ധുക്കൾക്കും നൽകണം. പുറത്ത് പേരെടുക്കാൻ വേണ്ടി മാത്രം കൊടുത്താൽ പോരാ, സ്വന്തം കുടുംബങ്ങൾക്കും നൽകണം. സഹോദരന്മാരെ, പിന്നെ ഖുർആൻ പറഞ്ഞു, വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. വഷളായ കാര്യങ്ങൾ അല്ലാഹു വിരോധിക്കുന്നു. നിങ്ങൾ വ്യഭിചാരത്തിന് പോകരുത്, നിങ്ങൾ സിനിമക്ക് പോകരുത്, നിങ്ങൾ പലിശ വാങ്ങാൻ പോകരുത്, നിങ്ങൾ പലിശയെ അനുവദിച്ച് പുസ്തകം എഴുതരുത്, നിങ്ങൾ പലിശക്ക് അനുകൂലിക്കരുത്, നിങ്ങൾ തലാഖ് ചൊല്ലിയ പെണ്ണിനെ തലാഖ് പോയിട്ടില്ലെന്ന് പറഞ്ഞ് വഷളായ പ്രവൃത്തി നടത്തരുത്, വഷളത്തരത്തിന് കൂട്ടുനിൽക്കരുത്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. നിഷിദ്ധമായ കാര്യം നിങ്ങൾ ചെയ്യരുത്. ആരെയും അക്രമമായി കൊലപ്പെടുത്തരുത്, നിയമം കയ്യിലെടുക്കരുത്, കായികമായി നേരിട്ട് പ്രശ്നം സൃഷ്ടിക്കരുത്, ഇങ്ങനെ മുങ്കറായ ഒന്നും ചെയ്യരുത്. നിങ്ങൾ കളവ് പറയരുത്, അത് ഏപ്രിൽ 1 അന്നും പറയരുത്, രാഷ്ട്രീയത്തിലും പറയരുത്, ഒരു വിഷയത്തിലും പറയരുത്. വൽ മുൻകരി വൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. നിങ്ങൾ അക്രമം ചെയ്യരുത്. ഒരു മുസ്ലിമിനെ ആക്രമിക്കരുത്, മുസ്ലിമിനെ ആക്രമിക്കരുത്, സുന്നിയെ ആക്രമിക്കരുത്, അല്ലാത്തവനെ ആക്രമിക്കരുത്, നിന്റെ പാർട്ടിയിൽ പെട്ടവരെയും അല്ലാത്തവരെയും ആക്രമിക്കരുത്. ഏതോ ഒരു മനുഷ്യൻ എവിടെയോ ബോംബെറിഞ്ഞാൽ കാണുന്നവന്റെ വീട്ടിൽ കയറി അതാ പേടിച്ചരണ്ടിരിക്കുന്ന സ്ത്രീകളെ കൊത്തുന്നവരില്ലേ, അവിടെയുള്ള കുട്ടികളെ കൊല്ലുന്നവരില്ലേ, തന്തമാരെ പിടിച്ചറക്കുന്നവരില്ലേ? ഓ മുസ്ലിം സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ഖുർആൻ വിളിക്കുന്നു, വൽബഗി, നിങ്ങൾ അക്രമം ചെയ്യരുത്, അനീതി ചെയ്യരുത്. എന്നിട്ട് ഖുർആൻ പറയുന്നു, യഇലുക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾക്ക് അല്ലാഹു ഉപദേശം നൽകുന്നു, നിങ്ങൾ നന്നാകാൻ. ഈ അർത്ഥം വരുന്ന ആയത്ത് ഓരോ ആഴ്ചയും മിമ്പറിൽ വെച്ച് ഓതുന്നവരല്ലേ നമ്മുടെ പണ്ഡിതന്മാർ, അത് വിശദീകരിക്കുന്നവരല്ലേ നമ്മുടെ പണ്ഡിതന്മാർ. സഹോദരന്മാരെ, അവരുടെ പേരിൽ എന്തിനു വേണ്ടാത്തത് വെച്ചു കെട്ടണം, എന്തിനു പറയണം? എന്നിട്ടോ ധാരണ എന്താണെന്ന് അറിയോ? സുന്നത്തി ജമാഅത്തൊന്നും ഇനി പറയലുണ്ടാവൂല, എല്ലാവരും പേടിച്ചു പോകുന്നതാണ്. ആ ധാരണ വേണ്ടാന്നേ പറഞ്ഞു. സുന്നത്ത് ജമാഅത്ത് അത് തുറന്നു പറയും. അങ്ങനെ ഇവിടെ വാദിച്ചു, മൗലവി ചേകനൂർ വാദിച്ചു. അതേ വാദത്തിന്റെ മറ്റൊരു കോപ്പി മുജാഹിദ് വാദിച്ചു. ഇശാസ്കാരൻ 2 ചേകനൂർ, തറാവീഹ് 8 മുജാഹിദീങ്ങൾ. നിങ്ങൾ നോക്ക്, കാല് തീരെ കഴുകണ്ട ഒതു എടുക്കുമ്പോ തുടച്ചാ മതി എന്ന് പറഞ്ഞു ചേകനൂർ മൗലവി. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം പറഞ്ഞ് ചെരുപ്പുമ്പോ തടിയാ മതി. നോമ്പ് തീരെ നോൽക്കണ്ടെന്ന് പറഞ്ഞു മൗലവി. ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞു നോൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ സുബഹി ബാങ്ക് കൊടുത്താലും കുറച്ചൊക്കെ തിന്നുന്നതിന് വിരോധമില്ല. പിന്നെന്ത് നോമ്പാ? അത് തന്നെ മുജാഹിദും പറഞ്ഞു. എല്ലാ സംഗതി ചെറിയ വ്യത്യാസമുണ്ട്, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുന്നുണ്ട്. ഇതിൽ കവിഞ്ഞ് വേറെന്താ ഉള്ളത്? സഹോദരന്മാര്, ഈ വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളൊക്കെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പോലെയാണ് പോലും. ഒരു പത്രത്തിൽ ഒരു വലിയ മുജ്തഹിദ് കണ്ടുപിടിച്ചതാ. എന്താ ഈ 4 മദ്ഹബ്? ഇയാൾക്ക് 4 മദ്ഹബ് പോയിട്ട് 4 കാലറിയാവോ?
എന്തിനായി മദ്ഹബ് എന്ന് പറയുന്നത് ഇയാൾ പഠിച്ചിട്ടുണ്ടോ? എന്തിനായി മദ്ഹബ് എന്ന് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ള് കുടിക്കരുത് എന്ന് പറയൂ. അത് ഹറാമാണ്, കറാഹത്താണ്, ഇങ്ങനെ പറയലില്ല. ഖുർആൻ എടുത്തു നോക്കിയാ പലിശ വാങ്ങരുത് എന്ന് കാണാം, ഹറാമ് കറാത്ത് എന്ന് പറയൂല. അപ്പൊ ഖുർആനിലും ഹദീസിലും വിഷയം പറയും, ചെയ്യരുത്, കയ്യൊഴിച്ചോളൂ നിങ്ങൾ കള്ള്, ഹറാമ് എന്നല്ല പറഞ്ഞു, കയ്യൊഴിച്ചോളൂ എന്ന് പറഞ്ഞു. വേറെ ഒരു കാര്യം പറയുമ്പോ ലാ തഖറബുസ് സിനാ, വ്യഭിചാരം കൊള്ള അടുത്തു പോകണ്ട എന്ന് പറഞ്ഞു, ഹറാമ് എന്ന് പറഞ്ഞില്ല. ഇങ്ങനെ ഖുർആന്റെ ശൈലി, ഇങ്ങനെ ഹദീസിന്റെ ശൈലി. അപ്പോ നമുക്ക് ഇപ്പൊ തിരിയണം, ഏതാ ഹറാമ്, ഏതാ കറാഹത്ത്, ഏതാ സുന്നത്ത്, ഏതാ വുജൂബ്, തിരിയണം. ഒരായത്തെടുത്ത് നോക്കി നിങ്ങൾ നോക്ക്. ഒറ്റ ഉദാഹരണം, മദ്ഹബൊന്നും പഠിച്ചില്ലെങ്കിൽ പഠിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ജുമുഅക്ക് ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ അടക്കത്തോടെ ഒതുക്കത്തോടെ പോകണം എന്നൊരു കൽപ്പനയാണ്. പിന്നെ പറയാ, അതേ ഖുർആനിൽ തന്നെ പറയാ, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി. നിസ്കാരം കഴിഞ്ഞാൽ വദറുൽ ബൈഅ്, നിങ്ങൾ കച്ചവടം നിർത്തണം, വിൽപ്പന നിർത്തണം, ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അവസാനം ഖുർആൻ പറയാ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു, നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി പരന്ന് പോയിക്കോളൂ, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് തേടിക്കോ, കച്ചവടം ചെയ്തോ ജോലി ചെയ്തോ ഒക്കെ ചെയ്തോളൂ, ഇനി നിങ്ങളൊന്നും നിർത്തിക്കണ്ടില്ല. ഖുർആനാണ്. ഇവിടെ നിങ്ങൾ നോക്ക്, ആദ്യം പറഞ്ഞു ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോകണം, ഇതൊരു കൽപ്പനയാണ്. അതിനുശേഷം പറഞ്ഞു കച്ചവടം നിർത്തണം, അതൊരു കൽപ്പനയാണ്. അതേ ഖുർആൻ പറഞ്ഞു പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയിക്കോളൂ, അതൊരു കൽപ്പനയാണ്. ഇതിനൊക്കെ ഒരേ വിധിയാണോ? ആദ്യത്തെ കൽപ്പന പള്ളിയിലേക്ക് പോകണം, അത് നിർബന്ധ കൽപ്പനയാണ്. കച്ചവടം നിർത്തണം, നിർബന്ധ കൽപ്പനയാണ്. എന്നാ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞാൽ പിരിഞ്ഞു പോയിക്കോളൂ എന്ന് പറഞ്ഞതോ? എല്ലാരും പള്ളിയിൽ നിന്ന് ഇറങ്ങണോ, മുദരിസും കുട്ടികളൊക്കെ? ഇല്ല, അത് പോകുന്നതിന് വിരോധമില്ല എന്ന് അതിന്റെ അർത്ഥം, അതിന് വിരോധമില്ല എന്ന അർത്ഥം. അപ്പൊ ആ പോകുന്നതിന്റെ വിധി ഒന്ന് വേറെയാണ്, ഇങ്ങോട്ട് കയറി വരുന്ന നിർത്തണം എന്ന് പറഞ്ഞതിന്റെ വിധി ഒന്ന് വേറെയാണ്. ഈ വിധി ഹറാം, കറാഹത്ത്, സുന്നത്ത്, വുജൂബ്, ഖിലാഫുൽ ഔല, ഇങ്ങനെ വിധികളുണ്ട്. ഈ വിധികൾ ഖുർആൻ വ്യക്തമായി പറഞ്ഞു കാണുകയില്ല, വളരെ ചുരുങ്ങിയ വിഷയത്തിലേ പറഞ്ഞു കാണുള്ളൂ. അതുപോലെ ഖുർആനും ഹദീസും വ്യക്തമായി വിധികൾ പ്രഖ്യാപിച്ചു കാണുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കഴുകി, ഒരു പ്രാവശ്യം കഴുകിയെന്നും കാണാം, 2 പ്രാവശ്യം കഴുകിയെന്നും കാണാം, 3 പ്രാവശ്യം കഴുകിയെന്നും കാണാം. എത്രയപ്പോ കകൽ നിർബന്ധം, എത്രയാ സുന്നത്ത്, ഹദീസ് നോക്കിയാൽ തിരിയൂല. ഇത് വിശദീകരിച്ചു തരികയാണ് ഇമാമിങ്ങൾ ചെയ്തത്. അതാണ് മദ്ഹബ് എന്ന് പറഞ്ഞാൽ മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാം, വിധികളാൽ പണ്ഡിതൻ പറഞ്ഞു പഠിപ്പിച്ചത്, പണ്ഡിതന്റെ വീക്ഷണം പോയത്. വിധി, ഈ വിധി ഖുർആൻ നോക്കിയാൽ കാണൂല. ഈ വിധികൾ പറയുകയാണ് പണ്ഡിതന്മാര് ചെയ്തത്. അതിൽ അവർക്കിടയിൽ ചില്ലറ ഭിന്നതകൾ ശാഖാപരമായി ഉണ്ടായി. ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഫംസഹൂ ബിറുഊസിക്കും, അല്ലാഹു പറഞ്ഞു ഫംസഹൂ ബിറുഊസിക്കും, നിങ്ങൾ തല തടകണം എന്ന് പറഞ്ഞു. ശാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞു തല തടകണം തന്നെ, തീർത്തും തടകണം, പക്ഷെ കുറച്ച് തടയാലും നിസ്കാരത്തിന് കേടുവരൂല, ഒതുവിന് കേടുവരൂല. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞു തീരെ കുറച്ചുകൂടാ, ഒരു 4-1 അല്ലെ 3 വേണോന്ന് പറഞ്ഞു. മാലിക് ഇമാം പറഞ്ഞു തടകണം തന്നെ, തീർത്തും തടകണം, എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഖുർആനിൽ തടകണം എന്നുള്ളത്. ഇത് 3ഉം ശരിയാണ്. ഈ 3 അഭിപ്രായവും തെറ്റല്ല, 3ഉം ശരിയാണ്. കൂടുതൽ ശരിയേത് എന്നതിനെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച. എല്ലാ ഇമാമിങ്ങളും പറയുന്നത് തീർത്തും തടകണം തന്നെയാണ്. ഷാഫി ഇമാം റഹിമഹുല്ലാഹ് ജീവിതത്തിൽ ഒരിക്കലും തല തീർത്തും തടകാതിരുന്നിട്ടില്ല, തീർത്തും തടകിയിട്ടുണ്ട്, തടകണം തന്നെ പറയുന്നു. പക്ഷെ അതിന് വിധി നമ്മൾ എന്ത് പറയണം? നിർബന്ധം എന്ന് പറയണോ, സുന്നത്ത് എന്ന് പറയണോ? ഇതിലാ തർക്കം. ഈ നിലക്കുള്ള തർക്കങ്ങളാണ് ഇമാമിങ്ങൾക്കിടയിലുള്ള തർക്കം. ഇതുപോലെയാണോ ളുഹ്റുസ്കരിക്കുന്നത് ഹറാമാണെന്ന് പറയുന്ന വാദം? ഇതുപോലെയാണോ മഗ്രിബുസ്കരിക്കുന്നത് ഹറാമാണെന്ന് പറയുന്ന വാദം? ഇതെങ്ങനെ ഒരു മനുഷ്യനെ എഴുതാൻ കഴിഞ്ഞു? എങ്ങനെ ഇതിനു വേണ്ടി ഒരു പത്രം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതുപോലെ തന്നെയല്ലേ മുജാഹിദ് തമ്മിലുള്ളത്? അല്ല, അതും ഞാൻ ഒറ്റ ഉദാഹരണത്തിൽ പറയാ. ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് കുടിക്കാൻ വേണം. ഒരാൾ നല്ല പച്ചവെള്ളം കൊണ്ടുവന്ന് കുടിക്കാൻ പോണോന്നെ പച്ചവെള്ളം കൊടുത്താൽ പോരെ. വേറൊരാൾ കട്ടൻ ചായ കൊണ്ടുവന്ന് ഒന്ന് ഉഷാറാട്ടെ എന്ന് വിചാരിച്ചു, ഒന്ന് സ്ട്രോങ് ആട്ടെ എന്നാ അയാളെ ചിന്ത. വേറൊരാൾ ഇളനീര് കൊണ്ടുവന്ന് ക്ഷീണമൊക്കെ മാറട്ടേന്നാ. വേറൊരാൾ പാല് കൊണ്ടുവന്ന് ഇയാൾക്ക് ആരോഗ്യം നിലനിൽക്കട്ടേന്നാ. ഈ 4 ആള് ചെയ്തു ശരിയല്ലേ? കാരണം ഞാൻ കുടിക്കാൻ പോകണമെന്നാ പറഞ്ഞത്, ഇതൊക്കെ കുടിക്കുന്നതന്നെയല്ലേ. അപ്പതാ കൊണ്ടിരുന്ന ഒരു ചങ്ങായി ഒരു ഗ്ലാസ് കള്ള്, അതും കുടിക്കുന്നതന്നെയല്ലേ, പക്ഷെ അത് ചങ്ങാതി കുടിക്കുന്നതാ, ഞാൻ കുടിക്കുന്നതല്ല. ഇതുപോലെ ഒരാൾ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനത്തിന് ഇറങ്ങി. അതാണ് നമ്മളിപ്പോ കാണുന്നത്.
ബഹുർക്കാരം ഹറാമാന്ന് പറഞ്ഞു, മാലൂസ്കാരം ഹറാമെന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ബാഹ്യാർത്ഥം നോക്കി. ഒക്കെ പറയാൻ നേരം ഉസ്താദ് അറിയിച്ചിട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. ബാഹ്യാർത്ഥം നോക്കി. ബാഹ്യാർത്ഥം നോക്കിയിട്ട് എല്ലാ മുജാഹിദും പേച്ചു, ജമാഅത്തുകാരും പേച്ചു, എല്ലാവരും പേച്ചു. ബാഹ്യാർത്ഥം നോക്കാൻ തന്നെ ഞാൻ പറയാ. മെഡിക്കൽ കോളേജിൽ നല്ലൊരു പുതിയ ഒരു ബ്ലോക്ക് പടുത്ത് ഉദ്ഘാടനം ചെയ്ത. ആ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വാച്ച്മാനും കുറച്ച് പോലീസുകാരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു ചങ്ങാതി കയറി വന്ന് കാർക്കിച്ചിട്ട് ചുമരുമ്മൽ ഒരൊറ്റ തുപ്പിയിട്ട് നിർത്തിയില്ല. പിന്നെ ഇയാൾ കുറച്ച് അങ്ങോട്ടെത്തി, പിന്നെയും ഒരു തുപ്പ് ചുമരുമ്മലാ തുപ്പുന്നു, പിന്നെയും കൊടുത്തൊരു തുപ്പ്. ഒരു പോലീസുകാരൻ വന്ന് പിടിച്ചു, എന്താടാ ഇത് ഇവിടെ ഒക്കെ തുപ്പിയിട്ട് ഇങ്ങനെ പോന്ന്, ചുമരുമ തുപ്പിയിട്ട്. ഇവൻ പറഞ്ഞു, നിങ്ങൾ തെളിവ് സ്വീകരിക്കൂലേന്ന് ചോദിച്ചു. എന്താ ചോദിച്ചു? അത് തുപ്പണമെന്നുള്ളതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞു. എന്താ തെളിവ് എന്ന് ചോദിച്ചു. തെളിവ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കണ്ണട വെച്ച് നോക്കുന്നുണ്ട്. ഇയാൾ കണ്ണട എടുത്തു കൊടുത്ത് പോലീസുകാരൻ നോക്കുമ്പോ ചുമരുമ്മൽ എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ തുപ്പുകാൻ. ചുമരിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ തുപ്പുകാൻ. ഇവൻ ചോദിക്കുന്നു, വ്യക്തമായ ആയത്ത് കിട്ടിയാൽ പ്രവർത്തിക്കാണ്ടിരിക്കാൻ പറ്റുമോന്നാ? ഇവിടെ തുപ്പുകാന്ന് കൽപ്പനല്ലേ, പിന്നെ എങ്ങനെ തുപ്പാണ്ട് പോല്? കൽപ്പന വന്നാ നിർബന്ധല്ലേ? അവിടെ തുപ്പിയിട്ട് പോവാണ് ഞാൻ. ഇയാൾ ചോദിച്ചു, എല്ലാ ചങ്ങാതി ഇവിടെ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ട് കാലെത്രയായി? ഇവിടെ എത്ര ആള് വന്ന് എത്ര ആള് പോയി? ഇവരൊക്കെ തുപ്പിയിട്ടാ പോയത്? ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞ കൽപ്പന നിർബന്ധത്തിന്റെ കൽപ്പന അല്ല, നിവൃത്തിയില്ലെങ്കിൽ തുപ്പിക്കോന്നാ. അല്ല തുപ്പിയിട്ടേ പോകാൻ പാടുള്ളൂ എന്നല്ല. തുപ്പാതെ നിവൃത്തിയില്ലേ തുപ്പിക്കോ. അത് ഇവിടെയാണോന്നാ. ഇവിടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥോ ഇവൻ മനസ്സിലാക്കിയ ബാഹ്യാർത്ഥ. എന്ത് ബാഹ്യാർത്ഥോ? ഇവിടെ എഴുതിയ ചുമരുമലാണല്ലോ, അപ്പൊ മൂപ്പർ ചുമരുമ തന്നെ തുപ്പി. സംഗതി ഇവന് കണ്ണില്ലേ? ഇതുവരെ വന്ന ആളുകളൊക്കെ തുപ്പിയത് എവിടെയാ? അതിന്റെ ചോട ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് പൂയുണ്ട്. ആ പൂഴിയിലാണ് ഇന്നേ വരെ മെഡിക്കൽ കോളേജ് ഉണ്ടായതിന്റെ ശേഷം എല്ലാവരും തുപ്പിയത്. ഇവൻ പറയുന്നത് മുൻഗാമികൾ തുപ്പിയോന്നും ഞാൻ നോക്കൂല, ഞാൻ എഴുതി വെച്ച പോലെ ചെയ്യാണ് എന്നാ. മുമ്പുള്ളവരൊക്കെ എവിടെയാ തുപ്പിയത് അതൊന്നും ഞാൻ നോക്കൂല, ഞാൻ എഴുതി വെച്ച അനുസരിച്ച് തുപ്പാണ്. ഇവിടെ തുപ്പതിനെ അവിടെ തന്നെ തുപ്പണം. തുപ്പുക എന്ന് പറഞ്ഞാൽ തുപ്പാണ്ട് പോയിക്കൂടാന്ന ഇവന്റെ മസാല. ഇത് തന്നെയല്ലേ മുജാഹിദ്? ഇങ്ങനെ തന്നെയല്ലേ മുജാഹിദ് ജമാഅത്തൊക്കെ പിഴച്ചത്? വേറൊരു ചങ്ങാതി ആസ്പത്രിയിൽ വന്നിട്ട് ഒരു ബ്രീഫ് കേസ് എടുത്ത് വന്ന് ഡോക്ടറെ കൊയലെടുത്ത് മൂപ്പരെ വെട്ടിയിലിട്ട്. പിന്നെ വേറൊരു സാധനം ഉണ്ട്, ഈ പ്രഷർ നോക്കുന്ന പഴയ കാലത്ത് ബസ്സിന് ഓൺ ചെയ്യുന്ന പോലത്തെ ഒരു സാധനം, അതും എടുത്ത് വെട്ടിയിലിട്ട്. പിന്നെ ടോർച്ചും എടുത്ത് വെട്ടിയിലിട്ട്, കുറച്ച് ഗുളികയും മരുന്നൊക്കെ പെട്ടിയിലിട്ട് പൂട്ടി പോവാൻ. പോലീസുകാരൻ വന്ന് പിടിച്ചു, എന്താടാ നിങ്ങളൊന്നും ചുമരുമലുള്ള ഒന്നും വായിച്ചു നോക്കിയില്ലല്ലോ. എന്ത് ചുമര്? നിങ്ങളൊക്കെ ഇത് വെറും ഗ്രന്ഥം പേറുന്ന കഴുതകളെ പോലെ ഇതിങ്ങനെ ബർക്കത്തിന് വായിക്കാനുള്ള എന്നാ മനസ്സിലാക്കി. ഇതൊക്കെ പരിഭാഷ ശരിക്കും വായിച്ച് മനസ്സിലാക്കണ്ടേ? ഈ ചുമരുമ്മൽ എഴുതി നോക്കുന്നതിന് പോലീസുകാരൻ നോക്കുമ്പോ എന്താ എഴുതിയെന്നറിയോ? പൊതുമുതൽ സ്വന്തം എന്ന് കരുതണം. ഇവൻ ചോദിക്കുന്നത്, പിന്നെ എനിക്ക് എടുത്തു പോയിക്കൂടെ? ഇത് നിങ്ങളതാ എന്റെതാ, ഇത് പൊതുമുതൽ സ്വന്തം എന്ന് കരുതണമെന്നല്ലേ ഉള്ളത്. അപ്പൊ സ്വന്തം എന്ന് കരുതിയാ എന്റെ വെട്ടിയിലിട്ട് പോയിക്കൂടെ എന്ന് ഇവൻ ചോദിക്കുന്നു. ഇങ്ങനെ തന്നെ മുജാഹിദും ചേകനൂരൊക്കെ ഉണ്ടായത്. അതായത് ആയത്തിന്റെ ബാഹ്യാർത്ഥം നോക്കി, ഹദീസിന്റെ ബാഹ്യാർത്ഥം നോക്കി. ഈ ആയത്ത് ഇന്നിറങ്ങിയതല്ല, ഇന്നലെ ഇറങ്ങിയതല്ല. 1400ഓളം കൊല്ലമായി ഖുർആൻ ജനങ്ങൾ കാണുന്നുണ്ട്, ഈ ഹദീസ് ജനങ്ങൾ കാണുന്നുണ്ട്. ആ കാണുന്ന സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബികളും ഇവിടെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിന്റെ യാഥാർത്ഥ്യം അവരിൽ നിന്ന് നേരിൽ ഗ്രഹിച്ച ഇമാമിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹാബത്തിനെ കണ്ട ഇമാം അബൂ ഹനീഫ, ഓ സഹോദരാ, നീ എന്റെ മദ്ഹബിനെ കുറിച്ച് മനസ്സിലാക്കിയത്? ശാഫി ഇമാം ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് സുബഹിക്കാലത്തിൽ ഒരു കുനൂത്ത് വേണോ വേണ്ടേ? ശാഫി ഇമാം ഒരു ദിവസം ഇങ്ങനെ ആലോചിക്കുക, ഒരു കുനൂത്ത് സുബഹിയിൽ വേണോ വേണ്ടേ? ഖുർആനല്ലോ ഒന്ന് മറിച്ചു നോക്കി, കുനൂത്ത് വേണോ? പിന്നെ ഹദീസല്ലോ ഒന്ന്, ബുഖാരിയൊക്കെ ഒന്ന് മറിച്ചു നോക്കി. ഷാഫി ഇമാം കുനൂത്ത് വേണോ? അങ്ങനെ മറിച്ചു നോക്കിയിട്ട് ഷാഫി ഇമാം പറഞ്ഞു കുനൂത്ത് വേണോ. അബൂ ഹനീഫ നോക്കിയിട്ട് കുനൂത്ത് വേണ്ട. ഇങ്ങനെയാ നീ മനസ്സിലാക്കിയത്? അങ്ങനെയല്ല. പിന്നെ എങ്ങനെ മദ്ഹബ് ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതി, വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതി, മറ്റ് നിസ്കാരങ്ങളിൽ ഖുനൂത്ത് ഓതി. ആ ഓതി വന്നതനുസരിച്ച് സഹാബത്തും ഖുനൂത്ത് ഓതി. അതിൽ ചില മഹാന്മാർ സുബ്ഹി നിസ്കാരത്തിലെ ഖുനൂത്ത് നിലനിർത്തി ഓതി, ചില സഹാബികൾ വിത്ർ നിസ്കാരത്തിലെ ഖുനൂത്ത് നിലനിർത്തി ഓതി. അങ്ങനെ സഹാബികൾ ഖുനൂത്ത് ഓതി, താബിഈങ്ങൾ ഖുനൂത്ത് ഓതി. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് കാണുന്നു വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതി വരുന്ന ഒരു സമൂഹത്തെ കാണുന്നു. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് കാണുന്നു സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതി വരുന്ന ഒരു സമൂഹത്തെ കാണുന്നു. വിത്റിലും ഖുനൂത്ത് ഓതുന്ന ഒരു സമൂഹത്തെ കാണുന്നു.
ഷാഫി ഇമാം അബൂ ഹനീഫയൊക്കെ ഖുർആൻ നോക്കുമ്പോ ഖുർആനിൽ അല്ലാഹ് പറയുന്നു ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ ഖുനൂത്ത് ഓതുന്നവരായ നിലക്ക് നിസ്കരിക്കണം. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് ഓതേണ്ടത്? സഹാബികൾ ചിലർ വിത്ർ നിസ്കാരത്തിലോതി, ചില സഹാബികൾ സുബ്ഹി നിസ്കാരത്തിലോതി, അങ്ങനെ ചിലര് വിത്റിൽ റമദാനിന്റെ പകുതി മുതൽക്ക് ഓതി. താബീങ്ങളിലും ഇങ്ങനെ രണ്ട് കക്ഷികളെ കാണുന്നു. ഈ രണ്ട് കക്ഷികളെ കാണുമ്പോ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറയുന്നു, വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയ സഹാബത്തിന്റെ അഭിപ്രായം ഞാൻ കൂടുതൽ നല്ലതായി കാണുന്നു. ഇമാം ശാഫഈ പറയുന്നു, അതേ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയ സഹാബത്തിന്റെ അഭിപ്രായം ഞാൻ കൂടുതൽ ശരിയായി, കൂടുതൽ നല്ലതായി കാണുന്നു. സുബ്ഹിയിൽ ഖുനൂത്ത് ഓതാത്ത ഇമാം അബൂ ഹനീഫ പിഴച്ച ആളല്ല, അവരും സ്വർഗത്തിലാണ്. അതേ വിത്റിൽ ഖുനൂത്ത് ഓതാത്ത ഞാനും പിഴച്ച ആളല്ല. ഞങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും പരസ്പരം പിഴച്ചവരായി ചിത്രീകരിക്കുന്നില്ല, കാഫിറാക്കുന്നില്ല. ഞങ്ങൾ ഒരിക്കലും പരസ്പരം പഴിക്കുന്നില്ല, ഒറ്റുകൊടുക്കുന്നില്ല. ഞങ്ങളെല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നു. അബൂ ഹനീഫയുടെ മഖ്ബറയിൽ പോയി ദുആ ചെയ്തോ, ദുആക്ക് ഉത്തരം കിട്ടും. ഇമാം ശാഫഈ പഠിപ്പിക്കുന്നു. ഈ നിലക്ക് നിങ്ങൾ ചിന്തിക്കുക. നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, നേരത്തെ നിലനിന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, അതിന് സുന്നത്ത് എന്നാണോ വിധി പറയേണ്ടത്? ജായിസ് എന്നാണോ വിധി പറയേണ്ടത്? നിർബന്ധം എന്നാണോ വിധി പറയേണ്ടത്? ഹറാം എന്നാണോ വിധി പറയേണ്ടത്? കറാഹത്ത് എന്നാണോ വിധി പറയേണ്ടത്? ഈ വിധി പ്രഖ്യാപിക്കുകയാണ് പണ്ഡിതന്മാര് ചെയ്തത്. ഇമാം ശാഫഈ റഹിമഹുല്ലാഹ് ദീനിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല, അബൂ ഹനീഫ കടത്തിക്കൂട്ടിയിട്ടില്ല. ഉള്ളത് അതേ നിലക്ക് പകർത്തി തന്നു. സഹാബത്തിനിടയിലുള്ള അഭിപ്രായ ഭിന്നത അതേ നിലക്ക് നമുക്ക് കോപ്പിയാക്കി തന്നു. ഈ ഇമാമിങ്ങൾക്കിടയിലുള്ള ഭിന്നത, ആ ഭിന്നത ശാഖാപരമാണ്. അതുപോലെയാണോ ളുഹർ നിസ്കരിക്കൽ ഹറാമാണെന്ന വാദം? അതുപോലെയാണോ മഗ്രിബ് നിസ്കരിക്കൽ ഹറാമാണെന്ന വാദം? അതുപോലെയാണോ ഇശാ 2 റക്അത്താണെന്ന വാദം? അതുപോലെയാണോ തറാവിഹ് 8 ആണെന്ന വാദം? അതുപോലെയാണോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി, ബദീങ്ങൾ പിഴച്ചുപോയി, എല്ലാം പിഴച്ചുപോയി എന്ന വാദം? എന്റെ സഹോദരന്മാരെ, മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറല്ലേ ഇത്? ഈ അൽമനാറിലല്ലേ എഴുതിയത് മദീനത്തെ പള്ളിയിൽ രാഷ്ട്രീയ കാര്യലാഭത്തിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി പള്ളിയിലെ മിമ്പർ തമീമുദ്ദാരി എന്ന കെട്ടുകഥക്കാരന് ഉപയോഗിക്കാൻ കൊടുത്തു എന്ന് ഈ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനെ സംബന്ധിച്ച്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1959 ഒക്ടോബർ 5 തീയതി ഈ അൽമനാറിൽ പച്ചയായി മുജാഹിദ് എഴുതിയില്ലേ? അബൂ ഹുറൈറ, അബ്ദുല്ലാഹി ഇബ്നു സലാം, തമീമുദ്ദാരി, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തുടങ്ങിയ സഹാബികളെല്ലാം കെട്ടുകഥ പ്രചരിപ്പിച്ചവരാണെന്ന് എഴുതിയില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും കെട്ടുകഥ പ്രചരിപ്പിക്കാൻ പള്ളിയിലെ മിമ്പർ അനുവദിച്ചു കൊടുത്തു എന്ന് എഴുതിയില്ലേ? ഈ സഹാബത്തിനെ തള്ളിപ്പറയുന്നവര് എന്തിനധികം പറയണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സാധാരണക്കാരാണെന്ന് പറഞ്ഞവര്, റസൂലുള്ളാഹി അല്ലാഹുക്ക് വഴിപ്പെടാത്തവരാണെന്ന് പറഞ്ഞവര്, ഈ കക്ഷികൾ കാന്തപുരം ഉസ്താദിനെതിരെ ആരോപണം പറയുമ്പോ, ഞങ്ങൾക്കെതിരെ ആരോപണം പറയുമ്പോ, ഞങ്ങളെ നേതാക്കൾക്കെതിരെ ആരോപണം പറയുമ്പോ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പട്ടികയില്, സഹാബത്തിന്റെ പട്ടികയില്, ഇവരാക്ഷേപിക്കുന്ന മഹാന്മാരെ പട്ടികയില് ഞങ്ങളെ നേതാക്കൾക്കും സ്ഥാനം കിട്ടിയല്ലോ, ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഓ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തിന് മുസ്ലിം സമുദായത്തിൽ ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കണം? എന്തിന് മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കണം? എന്താണ് ഇസ്ലാമിന്റെ ഐക്യം? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്തൊരു ഐക്യമാണ്? മക്കയില് ജിദ്ദയിൽ പോയി ഇറങ്ങി കറുത്ത് തടിച്ച മനുഷ്യന്മാര്, വെളുത്തു തടിച്ച മനുഷ്യന്മാര്, നല്ല ആരോഗ്യമുള്ളവര്, തീരെ ആരോഗ്യമില്ലാത്ത ബംഗാളിയും മലയാളിയും പോയി ഇറങ്ങി. എല്ലാരും ഒറ്റ ഭാഷ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഭാഷ മാറ്റമുണ്ടോ ഇസ്ലാമില്? അതേ സമയത്ത് കോഴിക്കോട്ടുകാരൻ ഒരാൾ ചൈനയിൽ പോയി, ചൈനയിലെ ഭാഷ നിങ്ങൾക്കറിയില്ലേ? ചിങ് ചാങ് ചൂങ് എന്ന് പറയുന്ന ഭാഷയാണ്. ഇയാൾ ഇങ്ങനെ പോവാണ്, വെള്ളിയാഴ്ചയാണ്, പക്ഷെ ഇവിടെ മുസ്ലിമികൾ ഉണ്ടോ, ഇവിടെ നിൽക്കാറുണ്ടോ, ജുമയുണ്ടോ എന്ന് ആലോചിച്ച് ഇങ്ങനെ പോവാ. അപ്പോഴുണ്ട് ഒരു പള്ളിയിൽ നിന്ന്, അയ്യുഹന്നാസ് ഉസീകും ബിഇബാദല്ലാഹി വയ്യായ ബിത്തഖ്വല്ലാഹ്. ഓ, ഇവിടെ പള്ളി ഉണ്ടല്ലോ, ഇവിടെ മുസ്ലിമികൾ ഉണ്ടല്ലോ, ജുമഅ തന്നെ ഒറ്റക്ക് ഇരിക്കാൻ കഴിയില്ല, അപ്പൊ എനിക്ക് കൂട്ടാളികൾ കിട്ടുമല്ലോ. സന്തോഷമായി പോയി. ഇയാൾ പള്ളിയിലെത്തി ജുമഅക്കരിച്ച്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, ചിങ് ചാങ് ചൂങ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയാണെങ്കിൽ
ഈ കോഴിക്കോട്ട് നിന്ന് പോയ ആള് ഇയാൾ എന്ത് മനസ്സിലാക്കൂ, ഇവിടെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിട്ടുണ്ടല്ലോ എന്നല്ലാതെ ഇവിടെ ജുമയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ലോക മുസ്ലിമീങ്ങളെ മുഴുവനും അള്ള ഭാഷ കൊണ്ട് യോജിപ്പിച്ചതല്ലേ, എന്തിനു ഇവര് തകർത്തു ഞാൻ ചോദിക്കുന്നു. എന്റെ ആവശ്യത്തിന് തകർത്തു. എന്നിട്ട് മറാഠി ജുമാ, പഞ്ചാബി ജുമാ, തെലുങ്ക് ജുമാ, ചൈനീസ് ജുമാ, ഇംഗ്ലീഷ് ജുമാ, പേർഷ്യൻ ജുമാ, എന്തിന് ഈ മുസ്ലിമീങ്ങൾ എന്തിനു ഇവര് ഭിന്നിപ്പിച്ചു? എന്നിട്ട് അതിന്റെ രസതല്ല, ഈ ഭിന്നിപ്പ് തീർത്തുണ്ടാക്കിയിട്ട് പേരിങ്ങി നമ്മളെ തലയിൽ. നമ്മളാ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ചത്. എന്തിന് മക്കയിലുള്ള ബാങ്ക് എടുത്തു കളഞ്ഞു? എന്തിന് മദീനയിലുള്ള ബാങ്ക് എടുത്തു കളഞ്ഞു? മുസ്ലിമീങ്ങളെ തമ്മിലെടുപ്പിക്കലല്ലാതെ എന്താണ് അതിന്റെ പിന്നിലെ ലക്ഷ്യം? ഇവര് ഒക്കെ കൂടി ഇപ്പോ മുന്നണി ഉണ്ടാക്കുക, എല്ലാരും കൂടി മുന്നണി ഉണ്ടാക്കുക. എന്തിന്? സുന്നത്തിയെ മാത്രം തകർക്കാനോ? അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്തികളെ സാധിക്കുന്ന കാര്യമാണോ അത്? ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കും. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കും. അത് ഊതിക്കെടുത്തി കളയാമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ചുരുക്കി പറയുന്നു, എന്റെ സഹോദരന്മാർ, അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുക, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞുകൂടി ഞാൻ നിർത്തുന്നു. സലാസുൻ, 3 കാര്യം. ലാ യഖില്ലു അലൈഹിന്ന ഖൽബു മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ഹൃദയം ഒരിക്കലും വഞ്ചനയിൽ പെടൂല. 3 കാര്യം മുറുകെ പിടിച്ചോളണം. ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, ഏത് പ്രവൃത്തിയും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം. വന്നസീഹത്തു ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഗുണം ആശിക്കുക. ഓ സഹോദരന്മാരെ, മറ്റ് സമുദായക്കാരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുക. മുസ്ലിങ്ങൾക്ക് നിങ്ങൾ പാരത്രികമായ ഗുണവും ആശിക്കുക. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, നമ്മളിപ്പോ യോഗം ചേരുന്നു. ആ യോഗത്തിന് മുമ്പ് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തു. എന്തിന്? അള്ളാഹുവിനോട് പറയാണ്, അല്ലാഹുമ്മ ഔസിൽ ബിസ്ല സവാബി മാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അദീം. ഞങ്ങൾ ഫാത്തിഹ ഓതിയിട്ടുണ്ട്, അതുപോലൊരു പ്രതിഫലം ഞങ്ങൾ മരിച്ചവരെ ഖബറിൽ എത്തിച്ചു കൊടുക്കണം, ഞങ്ങളുമായി വിട്ടുപിരിഞ്ഞവർക്ക് എത്തിച്ചു കൊടുക്കണം, എല്ലാവരും വിജയിക്കണമെന്ന ചിന്ത. വന്നസീഹത്തു ലിൽ മുസ്ലിമീൻ വലുസൂമു ജമാഅതിഹിം, മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ജീവിച്ചു വന്ന ആശയങ്ങൾ അത് മുറുകെ പിടിക്കുക. ഇത് മുറുകെ പിടിച്ച് നിങ്ങൾ ഇഖ്ലാസോടെ പ്രവർത്തന രംഗത്തിറങ്ങിയാൽ ഒരു പ്രവർത്തകനും ഭയപ്പെടേണ്ടതില്ല, ഭീതിപ്പെടേണ്ടതില്ല. റസൂലുള്ള പറയുന്നു, ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം. സ്വഹാബത്തും താബീങ്ങളും താബീങ്ങളും അടങ്ങുന്ന മുസ്ലിം ജമാഅത്തിന്റെ ദുആ അവരെ വലയം ചെയ്യുന്നു, അവർക്ക് കാവൽ നൽകുന്നു. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഒരു ചെറിയ സംഭവം ബർക്കത്തിന് വേണ്ടി പറയുന്നു. നിങ്ങൾ ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ഒരു ചെറിയ സംഭവം ബർക്കത്തിന് വേണ്ടി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. നാദാപുരം ഭാഗങ്ങളിൽ കുഴപ്പമുണ്ടായി. എത്രയോ നിരപരാധികൾ ആശുപത്രിയിലാണ്, എത്രയോ പാവപ്പെട്ടവർ കൊല ചെയ്യപ്പെടുകയാണ്, എത്രയോ പാവപ്പെട്ടവരുടെ വീട് കൊള്ളയടിക്കപ്പെടുകയാണ്, എത്രയോ അഗ്നിക്കിരയാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാഷ്ട്രത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമാധാനം നൽകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ കൂടെ വിനീതനായ ഞാനും ഞങ്ങളുടെ നാടൊന്ന് സന്ദർശിക്കാൻ പോയി. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്താദിനോട് സങ്കടം പറയുന്നു. ഒരു കണാരൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ വീട് തകർത്തിട്ട് സങ്കടം പറയുന്നു. എത്രയോ മുസ്ലിമീങ്ങൾ സങ്കടം പറയുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക, എന്തിനാണ് ഈ തീവ്രത, എന്തിനാണ് ഈ വൈരാഗ്യം? ഞാൻ ചോദിക്കട്ടെ, നമുക്കൊന്ന് പരസ്പരം അടുപ്പിക്കാനുള്ള സംസാരം സംസാരിച്ചുകൂടെ? സർവ്വ രാഷ്ട്രീയക്കാരോടും ചോദിക്കുന്നു, സർവ്വ കക്ഷികളോടും ചോദിക്കുന്നു. ഞങ്ങൾ ബന്ദിനെതിരെ പ്രസംഗിച്ചു നടന്നു കുറെ കാലം. ആ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ പലരും പരിഹസിച്ചു. പക്ഷേ ഇവിടുത്തെ കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ കോടതിയെ പ്രശംസിക്കുകയാണ്. ബന്ദ് പാടില്ലെന്ന് പറഞ്ഞില്ലേ? പ്രസവ വേദന കിട്ടിയിട്ട് പോകുന്ന സ്ത്രീകളെ റോട്ടിൽ തടഞ്ഞു വെക്കുന്ന ബന്ദ്, റോട്ടിൽ തടഞ്ഞു വെക്കുന്ന ഹർത്താല്, റോട്ടിൽ തടഞ്ഞു വെക്കുന്ന റോഡ് ബ്ലോക്ക്, ഇത് പാടില്ലെന്ന് പറയാൻ മനുഷ്യത്വമുള്ള ജനങ്ങൾ വേണ്ടേ? സഹോദരന്മാരെ, ഏതോ ഒരു മനുഷ്യൻ എവിടുന്നോ മാന്തിയാൽ അതിന് പകരം ആ സമുദായത്തിൽ വിശ്വസിക്കുന്നവന്റെ വീടൊക്കെ കൊള്ളയടിക്കുക, ആ സമുദായത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ കല്ലെറിയുക, അവരെയൊക്കെ വെട്ടിമാറ്റുക എന്ന ഈ ആശയം എവിടുന്ന് വന്നു? ഇതാരാണ് ഈ വൈരാഗ്യമൊക്കെ ഇവിടെ വളർത്തിയത്? ഞാനൊരു ചെറിയൊരു കാര്യം പറയാണ്, നിങ്ങൾ ക്ഷമിക്കണം.
ഞാൻ ഈ അടുത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തൂടി ഇങ്ങനെ പോവാണ്. രാഷ്ട്രീയക്കാർക്ക് പിടിക്കുമെന്നറിയില്ല. എനിക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല, ആരോടും വെറുപ്പില്ല, സ്നേഹമില്ല. വോട്ട് ചെയ്യലുണ്ട്, നമ്മളൊരു അവകാശമാണ്, അത് ഉപയോഗിക്കലുണ്ട്. അതിന് പെട്ടെന്ന് പോയിട്ടിങ് പോരല്ല. അങ്ങനെ ആവശ്യമുള്ളതിന് പോകണല്ലേ, നമ്മൾ കക്കൂസിലെല്ലാം പോകില്ലേ, അത്യാവശ്യത്തിന് പോവാണ്, അവിടെ ഇത്തിക്കാതിരിക്കലൊന്നുമില്ല. അങ്ങനെ പോയിട്ട് ആ സീലും ചീലിങ് പോരും, അത്ര തന്നെ. അല്ലാതെ ഇത് ആഹാരത്തിലേക്കുള്ളതാ. സുബ്ഹാനല്ലാഹ്, ഞാൻ നോക്കി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോവാ, മലപ്പുറം ജില്ലയിൽ കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവാണ്. ഉണ്ടായ സംഭവം പറയാ. അപ്പൊ കുറെ ആൾ വന്ന് റോഡ് ബ്ലോക്കാക്കി. ഞാൻ മനസ്സിലാക്കി ആക്സിഡന്റോ മറ്റോ ഉണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോണ്ട് മുന്നിൽ ഒരു ആന, ഇമാമായിട്ട് ഒരു ആന, ആനന്റെ പിന്നെ കുറെ മൗമൂമിങ്ങളും. ഒരവറത്ത് മറക്കുന്ന സാധനത്തിനെ മുന്നിൽ നിർത്തിക്കൂടെ? ആവറത്ത് മറക്കാത്ത ആനനെ ഇമാമത്ത് നിർത്തിയിട്ടിങ്ങനെ നടക്കുക. ഈ തിരൂരിൽ ഞാൻ ഒരാഴ്ച മുമ്പ് പോയി. അവിടെ ഒരു ആണ്ട് നേർച്ചാന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. എന്താ പരിപാടി? സുബ്ഹാനല്ലാഹ്, കുറെ ഗാനമേളയും സർക്കസും നാടകമൊക്കെ കൂട്ടിയിട്ട് പരിപാടി. അത് പാടില്ല എന്ന് പറഞ്ഞ് SSFന്റെ കുട്ടികൾ പരിപാടി സംഘടിപ്പിച്ച് ഞാൻ പ്രസംഗിച്ചു. അൽഹംദുലില്ലാ, അവിടെയുള്ള മുത്തവല്ലി തീരുമാനിച്ചു ഇനി അങ്ങനത്തെ പരിപാടി വേണ്ട, നമുക്ക് ദിക്റും ദ്വായും ഖുർആനോത്തും ഒക്കെ ആയിട്ടുള്ള പരിപാടിയാക്കാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോ അവിടുന്ന് കുറച്ച് പുത്തൻവാദികൾ അതൊന്നും പറ്റില്ല, പണ്ട് നടക്കുമ്പോൾ തന്നെ നടക്കണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അന്വേഷിക്കും, ഒരു നേർച്ച കമ്മിറ്റിന്റെ ഖജാൻജി മുജാഹിദ്, ഈ നേർച്ച കമ്മിറ്റിയുടെ ഖജാൻജി മുജാഹിദ്. അപ്പൊ ഇവൻ ഇതെന്താ ലക്ഷ്യോ? അതിൽ പൈസ ഉണ്ടാക്കാ, സുന്നികളെ തലയിൽ വെച്ച് കെട്ടുകയും ചെയ്യാ. അങ്ങനെ അവിടുന്ന് കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ വാങ്ങിയിട്ട് അദ്ദേഹം അവിടെ ശരിയായ നിരക്ക് നേർച്ച നടത്തി. ഞാനും പോയി ഒരു ദിവസം പ്രസംഗിക്കാൻ. അപ്പോ നമ്മൾ അപ്പുറത്തുണ്ടെല്ലാം കുറച്ച് സുന്നികൾ, ഇപ്പൊ ഞാനേയും പറയുന്നില്ല, അതിൽപ്പെട്ട ഒരു മൊയ്യാരെടുത്ത് പോയി നമ്മൾ ഈ നേർച്ചയിലുള്ള അനാചാരമൊക്കെ ഒന്ന് എതിർത്തിട്ട് ഉള്ളത് പോലത്തെ ഒരു നേർച്ച നടത്താൻ വേണ്ടി ഒന്ന് കൂട്ടായിട്ട് ഒരു യോഗം ചേർന്നിട്ട് ഒന്ന് ഒന്നായിട്ട് പറയാൻ. മറ്റേ മൊയ്യാര് പറയാ, കാന്തപുരത്തിന്റെ ആള് വരുന്ന ബൈക്കേ നമ്മൾ വരൂലേ, എന്നാ മുജാഹിദീങ്ങൾ ഉണ്ടായാലോ അവർക്ക് യാതൊരു തകരാറില്ലല്ലോ. മുജാഹിദീങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നോമ്പടക്കം തോർപ്പിച്ചോളാം, ജമാഅത്ത് ഇസ്ലാമിക്കാരെയും നോമ്പുറപ്പിച്ചോളാം, ആരെയും തോർപ്പിച്ചോളാം. ഇവരടുത്ത് പോകുന്ന പരിപാടിയേ ഇല്ലേ. കാരണം എന്താ? അത്ര മണത്തു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതേ മണക്കാവുന്നല്ലേ തീരുമാനോ. അപ്പോ ചുരുക്കി പറയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ട് വരൂലേ, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, തൊട്ടുകൂടാ. മാരനാശാൻ പറഞ്ഞ പോലെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, ഇങ്ങനത്തെ ഒരു വിഭാഗം. ഇതല്ലാണ്ട് ഞാൻ വേറൊന്നും ഇപ്പം കേരളത്തിൽ കണ്ടിട്ടില്ല. കുമാരനാശാൻ പറഞ്ഞവരൊക്കെ തിരുത്തി, ഇവരിപ്പവും തിരുത്തിയില്ല, തൊട്ടുകൂടാത്തവരായിപ്പോ. അങ്ങനെ ഞാൻ ചുരുക്കാണ്. സഹോദരന്മാര് പറഞ്ഞു വന്നത്, അങ്ങനെ ആന, മുന്നിൽ ഒരു ആന, ബേക്കിൽ കുറെ ചെറുപ്പക്കാർ, ഒരൊറ്റ കുട്ടീന്റെ ഊര നേരെ നിൽക്കുന്നില്ല, ഊരങ്ങനെ കളിക്കുക. എന്നിട്ടൊരു ദിക്റു. എന്താ ദിക്റ്? എന്തുച്ചരിച്ചാലും റഖീബ് അതീദ് എഴുതിയേക്കൂന്നല്ലേ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒന്ന് ചൊല്ലി കിട്ടിയ എത്ര കാര്യമായി, സല്ലല്ലാഹു അലൈഹി മുഹമ്മദിൽ എത്ര കാര്യമായി. ഇവരെ ദിക്റെന്ന് അറിയോ? ഐലസ ഐലസ. റഖീബ് അതീദ് ഇങ്ങനെ എഴുതുക, ഐലസ ഐലസ, ഊര കൊണ്ട് ഇങ്ങനെ ഇളക്കുക. ഞാൻ ആലോചിച്ച് പഠിച്ചവനെ, പാർട്ടി ഇല്ലാത്ത എന്റെ അടുക്കല് എല്ലാരും വരുത്തുണ്ട് വോട്ട് ചോദിച്ചിട്ട്. എല്ലാരോടും നല്ല വർത്താനം പറഞ്ഞേക്കലുണ്ട്. വോട്ട് ചെയ്യുമ്പോ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യലുണ്ട്. അപ്പോ ഒരൊറ്റ കക്ഷിയും ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ജയിച്ചാൽ ഊരിളക്കി തരൂന്ന്. ഒരു കക്ഷിയും പറഞ്ഞില്ല ഐലസ വിളിച്ചു തരൂന്ന്. പിന്നെ എല്ലാരും പറഞ്ഞു ഞങ്ങൾ റോഡ് ഉണ്ടാക്കി തരും, പാലം കെട്ടിത്തരും, ലൈറ്റ് പിടിപ്പിച്ചു തരും എന്നൊക്കെയാണ്. ഇവരാരോടും പറയാത്തൊരു പണി എന്തിനാ ജയിച്ചാ ചെയ്യുന്നത്? ആരും പറഞ്ഞില്ല ഞങ്ങൾ ഊരിളക്കി തരൂ. എന്തിനാണിത്? ഞാൻ വേദന കൊണ്ട് പറയാ. ഞാൻ എന്റെ വീട്ടിലിരിക്കുന്നു, ഒരു കൂട്ടര് ജയിച്ചിരിക്കുന്നു. ജയിച്ചത് കക്ഷികൾ മുദ്രാവാക്യം വിളിക്കുക. ഞാൻ മുദ്രാവാക്യം അറിയോ? തോറ്റുപോയി തോറ്റുപോയി തീയന്മാര് തോറ്റുപോയി. അത് കൈമണ്ടൊരു വണ്ടിയിൽ വേറൊരു കൂട്ടര് തോറ്റുപോയി തോറ്റുപോയി മാപ്പിളാര് തോറ്റുപോയി. ഇത് രണ്ടും എന്റെ കാത് കൊണ്ട് കേട്ടതാ. എന്തിന് ഈ വർഗീയത ഉണ്ടാക്കണം? എന്തിന് ഈ പറഞ്ഞതിലേക്ക് പരസ്പരം വൈരാഗ്യം വളർത്തണം? ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് പകരം ജയിച്ച കക്ഷികൾക്ക് മാന്യത കാണിച്ചൂടെ? ജയിച്ചവരെന്ത് ചെയ്യണോ? മാന്യത കാണിക്കുക. എങ്ങനെ മാന്യത? ജയിച്ചവരെല്ലാരും ഒരുമിച്ച് കൂട്ടുക, ഒരൊറ്റ പ്രസംഗ സ്ഥാനാർത്ഥി. ജനങ്ങളെ ജനാധിപത്യ രാഷ്ട്രമാണ്, പരസ്പരം മത്സരം സാധാരണയാണ്, ജയിക്കലും നോക്കലും സാധാരണയാണ്. ഒരിക്കൽ ജയിച്ചവൻ പിന്നെ ചിലപ്പോൾ തോൽക്കും, പിന്നൊരിക്കൽ ജയിച്ചവൻ പിന്നെ തോൽക്കും, സാധാരണയാണ്. ഞാൻ ജയിച്ചതിൽ അഹങ്കരിക്കേണ്ടതൊന്നുമില്ല. അനുയായികളെ നിങ്ങൾ അഹങ്കരിക്കണ്ട. നിങ്ങൾ നമ്മുടെ പ്രതിപക്ഷത്തുള്ളവരെ എതിരാളികളായി കാണണ്ട. അവരും നമ്മുടെ രാഷ്ട്രത്തിലെ പൗരന്മാരാണ്. അവരുടെ സമ്മതിദാനാവകാശം അവർ വിനിയോഗിച്ചു, നമ്മളും വിനിയോഗിച്ചു. നമ്മളെ ജയിപ്പിച്ച വോട്ടർമാർക്ക് ഞാൻ ആശംസ അർപ്പിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഞാൻ ജയിച്ചത് എന്റെ പ്രതിപക്ഷത്തുള്ളവരെ ചീത്ത പറയാനല്ല,
എന്റെ പ്രതിപക്ഷത്തുള്ളവരെ കൊല്ലാനല്ല, അറുക്കാനല്ല, അവർ കൈരസ വിളിക്കാനല്ല, ഊരളക്കാനല്ല. ഞാൻ ജയിച്ചത് ഈ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്കിവിടെ റോഡ് വെട്ടണം, ഇവിടെ പാലം കെട്ടണം, ഇവിടെ ലൈറ്റ് വെക്കണം. അതിന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലാതെ എല്ലാവരും എന്റെ പ്രവർത്തനത്തിൽ സഹകരിക്കണം. നമുക്ക് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കാം. 5 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോ എന്റെ എതിരാളിയായ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ. ഈ കാര്യത്തിൽ നമുക്ക് യോജിക്കണം എന്ന് പറഞ്ഞൊരു നേതാവ് പ്രസംഗിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായാൽ സഹോദരന്മാരെ, ഇവിടെ പരസ്പരം തല്ലുണ്ടാകുമോ, കൊല്ലലുണ്ടാകുമോ, ബോംബ് നിർമ്മാണം ഉണ്ടാകുമോ? ഇതിനെതിരെ ശബ്ദിക്കേണ്ട പത്രങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് പാവപ്പെട്ട യത്തീം കുട്ടികളെ പോറ്റുന്ന പണ്ഡിതന്മാർ, അതുപോലെ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുന്ന പണ്ഡിതന്മാർ, ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് ഹൃദ്രോഗമുണ്ടായിട്ട് ചികിത്സിക്കാൻ കഴിയാതെ മരണവുമായി മല്ലടിക്കുമ്പോ അവർക്ക് ഈ പാവപ്പെട്ട ക്യാഷില്ലാത്തവന്, ഹൃദ്രോഗമുള്ളവര് ഒരു ഹാർട്ട് ഓപ്പറേഷൻ സംഘടിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ, കന്നഡ വാങ്ങാൻ കഴിയാത്തവർ കന്നഡ വാങ്ങിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ, വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നവർ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളെ വിവാഹത്തിന് സഹായിക്കുന്നവർ, ആ പണ്ഡിതന്മാരെ ഇവിടെ ഇരുത്തിക്കളയാമെന്ന ധാരണയിൽ പത്രങ്ങള് ഇവിടെ ക്രൂരത കാണിക്കുന്നത്, നീതിയോട് കൂറു പുലർത്താത്തത് ഈ രാജ്യത്തിന്റെ അപമാനമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? അതുകൊണ്ട് ആരാണ് ഇവിടെ ഭീകരത വളർത്തുന്നത്? ആരാണ് ഇവിടെ ഭീകര പ്രവർത്തനം നടത്തുന്നത്? ആരാണ് ഇവിടെ ഭീകരത സൃഷ്ടിക്കുന്നത്? ആരാണ് ബോംബ് നിർമ്മിക്കുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം, ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കറിയാം, ഇവിടെയുള്ള മറ്റുള്ളവർക്കറിയാം. വെറുതെ പാവങ്ങളുടെ തലയില, സമാധാനപ്രേമികളുടെ തലയിൽ ഇല്ലാത്തത് വെച്ചു കെട്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഭീകരതയൊക്കെ മാറ്റി മൂടിവെക്കാമെന്നും എന്നിട്ട് പാവങ്ങളെ ക്രൂശിക്കാമെന്നും ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അതവർക്ക് നല്ലതിനല്ല എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. സഹോദരന്മാരെ, നമുക്കാരോടും വൈരാഗ്യമില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2 കൊല്ലവും 5 മാസവും മാത്രമേ ഭരണം നടത്തിയുള്ളൂ. കാരണം നല്ലതേ ചെയ്തിട്ടുള്ളൂ, നീതിയെ പുലർത്തിയിട്ടുള്ളൂ. ആദ്യത്തെ വിധി ആ മുസ്ലിമിന് അനുകൂലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാരണം നീതിയായിരുന്നു വിധിച്ചിരുന്നത്. ആ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു നിലക്കും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് വന്നപ്പോ വിഷം കൊടുത്ത് കൊല്ലാൻ സത്യത്തിന്റെ എതിരാളികൾ തീരുമാനിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് സ്വന്തം അടിമക്ക് 1000 ദീനാർ സമ്മാനം പറഞ്ഞു, ഭക്ഷണത്തിൽ വിഷം കൊടുക്കാൻ പറഞ്ഞു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊടുക്കുന്ന അടിമ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. ആ ഭക്ഷണം കഴിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് രോഗബാധിതനായി. മഹാനവറുകൾ ഭരണാധികാരിയാണ്. ഉടനെ അടിമയെ വിളിപ്പിച്ചു, മോനെ, എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ ഭക്ഷണത്തിൽ വിഷം തരുന്ന വകയിൽ നിനക്ക് വല്ലവരും സമ്മാനം പറഞ്ഞിട്ടുണ്ടോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് അടിമ പറയുന്നു, 1000 ദീനാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയോ മോനെ? കിട്ടി, കൊണ്ടുവാ. എടുത്തു കൊണ്ടുവന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 1000 ദീനാർ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മോനെ, ഇത് നിന്റെതല്ല, എന്റെതല്ല. എന്റെ മക്കൾക്ക് ഇത് പാടില്ല, നിന്റെ മക്കൾക്ക് പാടില്ല. നീ പൊതുഫണ്ടിലുള്ള അടിമയാണ്. ഈ സംഖ്യ പൊതുഫണ്ടിലേക്കുള്ളതാണ്. ഞാനത് പൊതുഫണ്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. എനിക്ക് നിന്നോട് വൈരാഗ്യമില്ല. അള്ളാഹു എനിക്ക് കണക്കാക്കിയ സമയത്ത് മരിക്കാതെ നിവൃത്തിയില്ല. അത് നീ തന്ന വിഷം കൊണ്ടാണെങ്കിൽ അതുകൊണ്ട് അള്ളാഹു എനിക്ക് പ്രതിഫലം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നിന്നോട് പറയാനുള്ളത്, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനത്തിന് വേണ്ടി നീ മുഅ്മിനീങ്ങളെ കൊല്ലാൻ നടക്കരുത് കേട്ടോ. നീ മഹാന്മാരെ ചതിക്കാൻ നോക്കരുത് കേട്ടോ. മഹാന്മാരെ ഒറ്റിക്കൊടുക്കരുത് കേട്ടോ. ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു. എന്റെ അനുയായികൾ അറിയാതെ നീ ഈ വഴിയിലൂടെ ഇറങ്ങി നടന്നോ. എന്റെ അനുയായികൾ അറിഞ്ഞാൽ അവര് നിന്നെ വല്ലതും ചെയ്തേക്കും. എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യണമെന്നില്ല. ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു മോനെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിഷം കൊടുത്തവനെ തിരിച്ചേക്കുന്നു. ആ മഹാന്മാരെ പിന്തുടർന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങള്. കേട്ടിട്ടില്ലേ സഹോദരന്മാരെ?
മുസ്ലിയാരെ, നമ്മുടെ മഹാന്മാര് അതല്ലേ അവരുടെ അവസ്ഥ. ബഹുമാനപ്പെട്ട കുട്ടിയാമ്മ മുസ്ലിയാര് സുബ്ഹി നിസ്കാരത്തിന് തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റ് ഒളുവെടുക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് അയൽവാസിയായ ഒരു മനുഷ്യൻ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടുവന്ന് അവിടുത്തെ തലക്കടിച്ചു കളഞ്ഞു എന്നൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ആ അടി കിട്ടിയപ്പോൾ വല്ലാതെ വേദനിച്ചു തല പൊട്ടിപ്പോയി. കേസ് കൊടുത്തു. കേസ് ഇങ്ങനെ നടക്കുമ്പോ വക്കീല് പറയുന്നു, മുസ്ലിയാരെ നിങ്ങൾ അടിച്ചത് ഇന്നാളാണ് എന്ന് നമുക്ക് പലതുകൊണ്ടും തിരിഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നിങ്ങളെ അടിച്ചു എന്നുള്ള വിവരം നിങ്ങൾ കോടതിയിൽ പറയണം, എന്നെ ഇവൻ അടിച്ചു എന്ന് പറയണം. കുട്ടിയാ മുസ്ലിയാര് പറയുന്നത്, എന്റെ കണ്ണുകൊണ്ട് അവൻ അടിക്കുന്നത് കണ്ടിട്ടില്ല, പിന്നൊന്ന് അടിച്ചു ഓടിക്കളഞ്ഞതാണ്, ഞാൻ അടിക്കുന്നത് കണ്ടിട്ടില്ല. മുസ്ലിയാരെ, കേസ് ജയിക്കണമെങ്കിൽ കളവ് പറയാതെ കേസ് ജയിക്കൂല, അതുകൊണ്ട് നിങ്ങൾ കണ്ടു എന്ന് പറയണം. കുട്ടിയാ മുസ്ലിയാര് പറഞ്ഞു, ഞാൻ പറയൂല, എന്റെ കണ്ണുകൊണ്ട് കാണാത്തത് പറയൂല. ഈ കോടതിയിൽ ജയിച്ചാ പോരാ, അള്ളാന്റെ കോടതിയിൽ ജയിക്കണം, അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാത്തത് ഞാൻ പറയൂല. വക്കീല് പറയുന്നു, പറയാതെ കേസ് ജയിക്കൂല. എനിക്ക് ഇവിടുത്തെ കേസ് ജയിക്കണമെന്നില്ല, ഇവിടുത്തെ കേസ് തോറ്റാലെന്താണ്, പഠിച്ചവന്റെ കോടതിയിൽ ജയിക്കണം. ബഹുമാനപ്പെട്ട കുട്ടിയാ മുസ്ലിയാരെ സംബന്ധിച്ച് അതാ കുട്ടിയാ മുസ്ലിയാരെ കേസ് വന്നു കോടതിയിൽ. പിന്നിൽ നിന്ന് അടിച്ച മനുഷ്യരെ സംബന്ധിച്ച് ഇയാള് നിന്നെ അടിക്കുന്നത് കണ്ടോ എന്ന് പ്രതിഭാഗത്തെ വക്കീല് ചോദിക്കുമ്പോ കുട്ടിയാ മുസ്ലിയാർ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, പിന്നെ കാണാതെയാണോ കേസ് തള്ളിപ്പോയി. പക്ഷേ നിങ്ങളറിയോ, ആ അടിച്ച മനുഷ്യനുണ്ടല്ലോ, അയാള് മരിക്കുന്നതിന്റെ കുറെ ദിവസം മുമ്പ് മുതൽക്ക് സ്വന്തം തലക്കടിക്കാൻ തുടങ്ങി. മരിക്കുന്നത് വരെ സ്വന്തം കൈകൊണ്ട് തലക്ക് അടിച്ചു അദ്ദേഹം മരണപ്പെട്ടു പോയി. ലോകത്തെത്ര ചരിത്രങ്ങളുണ്ട്. മഹാന്മാർക്ക് കളവ് പറയാൻ കഴിയില്ല, സത്യമേ പറയാൻ കഴിയൂ, കാണാത്തത് പറയാൻ കഴിയില്ല, അറിയാത്തത് അറിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് നിന്റെ നാവിൽ വന്നതൊക്കെ പറഞ്ഞു, കേട്ടതൊക്കെ പറഞ്ഞു, ആരെങ്കിലും ഏതൊന്നൊക്കെ വിശ്വസിച്ചു നടന്നിട്ട് നീ പടച്ചവന്റെ കോടതിയിൽ പരാജയപ്പെട്ടു പോകണ്ട. ഇത് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങൾ നിന്റെ ദീനിന്റെ പ്രവർത്തകന്മാരാണ്. എല്ലാ വിഭാഗത്തോടും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കണമെന്ന് എല്ലാ ദിവസവും പ്രസംഗിക്കുന്നവരും അതിനുവേണ്ടി ശബ്ദിക്കുന്നവരുമാണ്. ഞങ്ങളെ പേരിൽ ഇല്ലാത്ത പച്ചങ്കള്ളം പറഞ്ഞ് ഞങ്ങളെ നേതാക്കളുടെയും സ്ഥാപനങ്ങളുടെയും പേരിൽ ആരോപണം ഉന്നയിക്കുന്നവര് നീ നിരാശരാക്കണം റഹ്മാനേ. ഞങ്ങളുടെ നാടുകളിലെല്ലാം നീ സമാധാനം നൽകണം റഹ്മാനേ. UK മുഹമ്മദ് അലി മുസ്ലിയാരുടെയും മറ്റും പിതാവ് വളരെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിനും ആഖിബത്ത് നന്നാവാനും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അണ്ടോണ PK മൊയ്തീൻ മുസ്ലിയാരുടെ സഹോദരൻ ജ്യേഷ്ഠൻ ഇപ്പോൾ അടുത്ത സമയം മരണപ്പെട്ടു പോയിരിക്കുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിർത്തുന്നു. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർ, കൊല ചെയ്യപ്പെട്ടു പോയവർ, അവരുടെ എല്ലാവരുടെയും ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാര്, ആലിമീങ്ങള് അവരുടെ ആയുസ്സിനിടയിൽ സ്വന്തം വീട്ടിൽ പോകാതെ, കുടുംബം നോക്കാൻ സമയം കിട്ടാതെ, ഒരു അരമണിക്കൂർ നന്നായി കിടന്നുറങ്ങാതെ ഈ സമുദായത്തിന്റെ സേവനത്തിന് വേണ്ടി, രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി ഉള്ള സമയം മുഴുവനും ഓടി നടക്കുമ്പോൾ അവരെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ മാത്രം ഹതഭാഗ്യരായ ബുദ്ധിയില്ലാത്ത ചില ജനങ്ങളുണ്ട്. അവരുടെ ആരോപണത്തിന്റെ പേരിൽ അവരുടെ മനക്കരുത്ത് നീ കുറക്കരുത് റഹ്മാനേ. ഈ രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും നന്മക്ക് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഭാഗ്യമേറ്റിക്കൊടുക്കണം റഹ്മാനേ. അതിന് ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ.
ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ. ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും സംഘടനകളും പ്രവർത്തകരും അതിന്റെ നേതാക്കളുമൊക്കെ നിന്റെ വിലായത്തിലും നിന്റെ റിയായത്തിലും നിന്റെ ഹിഫ്ളിലുമാണ് റഹ്മാനേ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അലീമൻ ഹകീമാ. നിന്റെ ജുനൂദിനെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ദീനിന്റെ ഖാദിമീകൾക്കും നീ കാവൽ നൽകണേ റഹ്മാനേ. അസൂയകളുടെ അസൂയയിൽ നിന്ന്, അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന്, ആരോപണക്കാരുടെ ആരോപണങ്ങളിൽ നിന്ന് റബ്ബേ നീ കാവൽ നൽകണേ റഹ്മാനേ. നീ കാവൽ നൽകണേ റഹ്മാനേ. ഞങ്ങളെ രാജ്യത്ത് ജീവിക്കുന്ന സർവ്വ സമുദായത്തിനിടയിലും സർവ്വ പാർട്ടിക്കാർക്കിടയിലും നീ സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും നൽകി ഞങ്ങളെ നാട്ടിൽ സമാധാനം തരണം റഹ്മാനേ. സമാധാനം തരണം റഹ്മാനേ. നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും ഒന്നിനും പോകാത്ത ചെറുപ്പക്കാരും ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും കൊള്ളിവെപ്പ് നടത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് ജനങ്ങളെ മനസ്സുകൾക്ക് നല്ലത് തോന്നിപ്പിക്കണം റഹ്മാനേ. ഈ രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി, രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. വൈരാഗ്യവും വിദ്വേഷവും വളർത്തുന്ന, വികാരം വ്രണപ്പെടുത്തുന്ന പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും നടത്തുന്നതിന് പകരം രാഷ്ട്രത്തിന് നന്മ ചെയ്യാൻ സർവ്വ രാഷ്ട്രീയക്കാർക്കും ഭാഗ്യം കൊടുക്കണം റഹ്മാനേ. അവരുടെ പത്രങ്ങളിലൂടെ നല്ലത് ചെയ്യുന്നവരെ ആക്ഷേപിക്കുന്ന ദുഷിച്ച ചെയ്തി നിർത്താനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. എല്ലാവരെയും നന്നാക്കി തരണം റഹ്മാനേ. എല്ലാവരെയും നന്നാക്കി തരണം റഹ്മാനേ. നിന്റെ ദീന്, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബികളും പഠിപ്പിച്ചതുപോലെ, അത് വേണ്ടതുപോലെ ഗ്രഹിച്ച ഇമാമിങ്ങൾ വരച്ചു കാണിച്ചതുപോലെ അതിനെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. ഇത്തിക്കണ്ണികളായി ഓരോ പാർട്ടികളായി ഈ മതത്തിൽ നിന്ന് പിരിഞ്ഞുപോയി പുതിയ പുതിയ കക്ഷികളുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കുന്നവരെ